വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് OKS. ഒരു കഥയിൽ ചൊല്ലട്ടുമാ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡാണിത്. പക്ഷേ ഇന്ന് നോർമൽ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാക്ക് ടു മൂവി സ്റ്റോറി. നോർമൽ കഥ എന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ എന്തെങ്കിലും റീസൺസ് കൊണ്ടാണ് ഞാൻ മൂവി സെലക്ട് ചെയ്യുന്നത്. ഞാൻ വെറുതെ അങ്ങനെ മൂവി എടുക്കാതെ എന്തെങ്കിലും റീസൺ കൊണ്ട് മൂവി സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് സെലക്ട് ചെയ്യാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന് കഴിഞ്ഞ ഞാൻ പറഞ്ഞ എപ്പിസോഡിലെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ വെറുതെ ലാലേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനെയൊക്കെ മാറ്റാൻ ഒരു ശ്രമം നടത്തിയത്. അതായത് കുമ്മട്ടിക്കളി പ്രൊഡ്യൂസ് ചെയ്തത് സൂപ്പർ ഗുഡ് ഫിലിംസാണ്, RB ചൗധരി ആയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കീർത്തിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവരാണ്, അപ്പോൾ ജീവ അതിനകത്തുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലാക്കുന്നത് ലാലേട്ടൻ്റെ വൈഫ് ഹൗസാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും ജീവയുടെ ഫാമിലിയാണ് സൂപ്പർ ഗുഡ് ഫിലിംസ്. RB ചൗധരി ജീവയുടെ ഫാദറാണ്. ജീവ ജിത്തൻ രമേഷിൻ്റെ ഫാദറാണ് RB ചൗധരി. സുചിത്രയുടെ ഫാദർ ബാലാജിയാണ്. പുള്ളി പഴയ സുജാത പ്രൊഡക്ഷൻസ് മേലിൽ ഇവർ രണ്ടുപേരും പഴയ പ്രൊഡ്യൂസേഴ്സാണ്. മറ്റേ ഇപ്പം എനിക്ക് പ്രൊഡക്ഷനിൽ ഇല്ലെന്ന് തോന്നുന്നു. മോനുണ്ട്, സുരേഷ് ബാലാജി ഉണ്ട്, പക്ഷേ എനിക്ക് ആക്റ്റീവ് അല്ല, അത്രയും ഇതെല്ലാം തോന്നുന്നു. അതായത് അളിയൻ, മോഹൻലാലിൻ്റെ അളിയൻ. സൂപ്പർ ഗുഡ് ഫിലിംസ് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ കുമ്മാട്ടികൾ എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ അവരാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഞാൻ പറയാൻ പോകുന്ന പടവും പ്രൊഡ്യൂസ് ചെയ്തത് സൂപ്പർ ഗുഡ് ഫിലിംസാണ്. ഇപ്പോഴല്ല, 90s 1990 ഇറങ്ങിയ പുരിയാത്ത പുതിർ എന്നുള്ള സിനിമയാണ് ഞാൻ പറയുന്നത്. തമിഴ് പുരിയാത പുതിർ. നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത പസിൽ. പുതിർ മീൻസ് പസിൽ, അതുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് മനസ്സിലാകും. പുരിയാത നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത പുതിർ. ഇത് ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ഈ പടത്തിൻ്റെ എടുക്കാനുള്ള രണ്ടാമത്തെ റീസൺ ഈ പടത്തിൻ്റെ ഡയറക്ടറാണ് KS രവികുമാർ. ഞാൻ KS രവികുമാറിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി കൂടിയാണ് ഇതെടുത്തത്. KS രവികുമാറിൻ്റെ ഫസ്റ്റ് പടമാണ് പുരിയാത പുതിർ. പുള്ളി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് മൂവി. പുള്ളി അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ആദ്യം ചെയ്ത പടമാണ് പുരിയാത പുതിർ. KS രവികുമാർ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള തമിഴ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. കാരണം ഞാൻ തമിഴ് മൂവീസിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആയ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് സിനിമകൾ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. തമിഴിന് പറ്റുന്ന ഇക്വേഷൻ പടങ്ങൾ കറക്റ്റായിട്ട് വെൽ ക്രാഫ്റ്റ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു പുള്ളി ഒരു സമയത്ത്. പിന്നെ ലാസ്റ്റ് ടൈം പുള്ളി കുറേ പടങ്ങൾ നിരത്തി ഫ്ലോപ്പ് ആവുകയും ഇപ്പം ആക്ടിങ്ങിൽ പുള്ളി ഭയങ്കര അടിപൊളിയാണ്. പുള്ളി കുറേ സിനിമകൾക്കകത്ത് അച്ഛൻ ക്യാരക്ടർ, ചേട്ടൻ ക്യാരക്ടർ, വില്ലൻ ക്യാരക്ടർ ചെയ്ത് അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. KS രവികുമാറിനെ അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം, ആളുടെ പടത്തിലെ ഏറ്റവും പോപ്പുലർ പടങ്ങൾ എന്ന് വെച്ചാൽ ആളുടെ കണ്ടംപററി ലെവലിലുള്ള സ്റ്റാർസിനെല്ലാം അവരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടങ്ങൾ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. ലൈക്ക് ശരത് കുമാറിന് നാട്ടാമി നട്പുക്കാകെ, രജനിക്ക് മുത്തു പടയപ്പ, കമലിന് തെനാലി പഞ്ചതന്ത്രം ദശാവതാരം, അജിത്തിന് വില്ലൻ വരലാറ്. അതായത് ഇവരുടെ എല്ലാം കരിയറിലെ ഏറ്റവും പീക്ക് പടങ്ങൾ, അത്യാവശ്യം നല്ല പോപ്പുലർ സക്സസ് പടങ്ങളാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവരുടെ. അപ്പോൾ ഈ 4 സ്റ്റാർസിന് ഇത്രയും സൂപ്പർ പടങ്ങൾ കൊടുത്തിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. ആൻഡ് വിജയുടെ കൂടെ പുള്ളി ഒരു തവണ വർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ആ പടം അത്ര ഒരു സക്സസ് അല്ലായിരുന്നു. മിൻസാര കണ്ണ എന്ന പേരിലൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് പടയപ്പയ്ക്ക് ശേഷം വന്നതാണ്. അപ്പോൾ ഈ മിൻസാര കണ്ണ പ്രൊഡ്യൂസറിൻ്റെ നിർബന്ധമായിരുന്നു ഈ പടത്തിന് മിൻസാര കണ്ണ എന്ന് പേരിടുന്നത്. കാരണം പടയപ്പയ്ക്ക് അതൊരു പാട്ടുണ്ടായിരുന്നില്ല, മിൻസാര പൂവേ മിൻസാര പൂവേ. അപ്പോൾ അത് വെച്ചിട്ടൊരു പേര് വരണം എന്നുള്ള രീതിയിൽ മറ്റേ പാട്ടിന്റെ പേരെടുത്തിട്ട് സിനിമ. അതുപോലെ അതിനകത്ത് ഇവള് രമ്യ കൃഷ്ണൻ രജനിയെ വിളിക്കുന്നതാണ് മിൻസാര കണ്ണ എന്ന ആ പുള്ളിക്കാരൻ എങ്ങനെ വിളിക്കല് എനിക്കറിയത്തില്ല. മിൻസാര കണ്ണ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡിയറാണ്. കണ്ണ എന്നുള്ളത് എല്ലായിടത്തും നമുക്ക് ഡിയർ ചെല്ലം ചേർത്ത് വിളിക്കുന്നതാണ്. മിൻസാര കണ്ണ, മിൻസാരയുടെ അർത്ഥം നമുക്ക് നോക്കണം. മിൻസാരയുടെ അർത്ഥം അറിയാവുന്നവർ കമന്റ് ചെയ്യട്ടെ. മിൻസാര കണ്ണ. സോ ആ പടം വിജയ്ക്ക് മാത്രം പുള്ളിക്ക് സക്സസ് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് അവർ അതിനുശേഷം പിന്നെ കൊളാബറേറ്റ് ചെയ്തിട്ടില്ല. അവരുടെ ഇതായിരുന്നു. ആൻഡ് രവികുമാറിനെ നിനക്ക് എന്തായാലും അറിയേണ്ടതാണ്. കാരണം രവികുമാർ ഏതൊക്കെ പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ പുള്ളിക്കാരൻ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇയാൾ 3 or 4 പുള്ളി ഡയറക്ടോറിയൽ ഫിലിമോഗ്രാഫിക്ക് അത്ര 4 പടങ്ങളിൽ മാത്രമേ പുള്ളി അഭിനയിക്കാതിരുന്നിട്ടുള്ളൂ. ഏതെങ്കിലും രീതിയിൽ പുള്ളി വരും. പുള്ളി ദശാവതാരത്തിൻ്റെ ക്ലൈമാക്സിൽ ഉലക നായകൻ്റെ സോങ് ഇല്ലേ, കം ഡാൻസ് വിത്ത് മീ ബിഫോർ യു, അപ്പോൾ ഒരു കോട്ടൊക്കെ ഇട്ടൊരു മൈക്ക് ഇങ്ങനെ ഹെഡ്ഫോൺ ഫിക്സ് ചെയ്ത് ഇങ്ങനെ ഡാൻസ് കളിച്ച് വരുന്ന പുള്ളിയാണ്. അതുപോലെ തന്നെ ആണെങ്കിൽ തെനാലി സിനിമയുടെ ക്ലൈമാക്സിൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പുതിയ പ്രശ്നമായിട്ട് വരുന്നത് ഡയറക്ടർ തന്നെയാണ്. ആദവൻ സിനിമയ്ക്കകത്ത്, സൂര്യയുടെ ആദവൻ സിനിമയ്ക്കകത്ത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടിരിക്കുമ്പോൾ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് ഉദയനിധി സ്റ്റാലിൻ. പുള്ളി ഒന്ന് അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല. ഉദയനിധി സ്റ്റാലിനെയും കൊണ്ട് ഡയറക്ടർ വരും. പടത്തിൽ ഡയറക്ടർ പ്രൊഡ്യൂസറോട് വന്നിട്ട് വീണ്ടും ഒരു പ്രശ്നം എൻഡ് ചെയ്യാൻ ചുമ്മാ ഓപ്പണൻറ്റോട് ചുമ്മാ അങ്ങ് എൻഡ് ചെയ്യും. ഒരു പുതിയ പ്രശ്നം കൊണ്ട് ഇവർ വരും, എന്നിട്ട് ചുമ്മാ തമാശയായിട്ട് അതങ്ങ് എൻഡ് ചെയ്യും. അങ്ങനെ പുള്ളി എല്ലാ സിനിമയ്ക്കകത്തും അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളി ഏതെങ്കിലും സിനിമ ഡാൻസ് ചെയ്യാൻ വരും. ഇപ്പം ഇത് ആക്ടിങ് അല്ല, അതായത് എന്തെങ്കിലും സീൻ അല്ലെങ്കിൽ ഡാൻസ് സീനുകളിൽ ജസ്റ്റ് വന്ന് പുള്ളി ഡാൻസ് ചെയ്തിട്ട് നായകൻ്റെ കൂടെ. ഇപ്പോൾ സിനിമയ്ക്കകത്ത് നമുക്ക് ഒരുപാട് ഡാൻസേഴ്സ് ഭയങ്കര പോപ്പുലറാണല്ലോ. ഇപ്പോൾ പ്രഭുദേവ ഭയങ്കര ഗഡിലമാണ്. ഗോവിന്ദ ഒരു കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു ഹിന്ദിയിൽ. അത് ഋത്തിക് റോഷൻ ഭയങ്കര സൂപ്പറാണ്. ജൂനിയർ NTR, അല്ലു അർജുൻ.
ഇതൊക്കെ സൂപ്പർ ഡാൻസേഴ്സ് ആണ്. ടൈഗർ ഷെറഫ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിലാണ്. കാരണം പുള്ളി എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്രയും ടഫ് സ്റ്റെപ്സ് ചെയ്യുന്നവരാണ് ഇവരൊക്കെ. ഇവർ കോംബോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൻ ഹിറ്റായി. റീസെൻ്റ്ലി വാർ 2 അത് ജൂനിയർ NTRഉം ഹൃതിക് റോഷനോടെ കോംബോ വന്ന സോങ്സ് വന്നിട്ടുണ്ട്. വെച്ചാൽ ഗോഡ് ഓഫ് ഡാൻസേഴ്സ് തമ്മിലാണ് ഡാൻസ് ചെയ്യുന്നത്. അതുപോലെ സിനിമയ്ക്കകത്ത് നമ്മൾ മറ്റേ വിജയ് രാഘവ ലോറൻസിൻ്റെ കൂടെ തിരുമലയ്ക്കകത്ത് ഒരു ഗസ്റ്റ് റോൾ പോലെ രാഘവ ലോറൻസ് വന്നിട്ട് കൂത്തുപാട്ടിന് വേണ്ടി അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്തു. ഡാൻസിങ് ഡ്യുവോസ് ഭയങ്കര പോപ്പുലർ ആക്കിയത്. അതുപോലെ പ്രഭുദേവ ഗോവിന്ദയും ചേർന്നിട്ട് സൽമാൻ്റെ പോക്കിരി റീമേക്ക് വാണ്ടഡിന് വേണ്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ഒരു പാട്ടിന് വേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ഡാൻസിങ് ഡ്യുവോസിൽ ഭയങ്കര കിടിലൻ ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഡാൻസിങ് ഡ്യുവോ ഇവരൊന്നുമല്ല. എൻ്റെ ഫേവറേറ്റ് ഡാൻസിങ് ഡ്യുവോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ചെയ്യുന്ന 2 പ്രായമുള്ള ആൾക്കാർ, KS രവികുമാർ രജനികാന്തും കൂടെ പടയപ്പ സിനിമയ്ക്കകത്ത് ഓ കിക്ക് ഏറുതേ അങ്ങനെ ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിന് ഇടയ്ക്ക് രജനിയുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് റാൻഡംലി വരുന്നൊരു ഗസ്റ്റിനെ പോലെ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കുറച്ച് സെക്കൻഡ്സ് മാത്രമുള്ള ഗസ്റ്റ് ഉള്ളത്. ഭയങ്കര രസമായിട്ടുള്ള സിമ്പിൾ സ്റ്റെപ്സാണ്. നമുക്കറിയാം ഇത്രയും വലിയ ടഫ് സ്റ്റെപ്സ് ഏതാണ് സ്റ്റെപ്പ് ഒന്നുമില്ല. അവരെ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടുണ്ട്, ഇങ്ങനെ വളരെ ലൈറ്റ് പക്ഷേ ഗ്രേസ്ഫുൾ മൂവ്മെൻ്റ് ആണ്. 2 പ്രായമുള്ള ആൾക്കാർ നമുക്കറിയാം അവർ സ്റ്റെപ്പ് ഇടുന്നത് ഒരു 10-20 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമുള്ള സ്റ്റെപ്സ്. ഇറങ്ങുമ്പോൾ പ്രായമുള്ള ആളാണ് രജനി 50 വയസ്സുണ്ട് അന്ന് 50 വയസ്സുണ്ട്. ഇയാൾ രവികുമാർ 40 വയസ്സേ കാണത്തുള്ളൂ. പക്ഷെ ആ കോംബോ 50 വയസ്സുണ്ട്. പുള്ളിയുടെ ഈ കോംബോ ഉണ്ടല്ലോ, ഈ കോംബോയാണ് എൻ്റെ ഡാൻസിങ് ഡ്യുവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. എനിക്ക് എപ്പോഴും റിപ്പീറ്റ് കാണാൻ ഇഷ്ടം ഈ ഭയങ്കര സാധനം ഇവരുടെ. ഈ ഭയങ്കര കോംബോ അടിപൊളിയാണ്. നീ ഒന്ന് കണ്ടു നോക്കണത് ഭയങ്കര രസമായിരിക്കും. ഒന്നുമില്ല, സ്റ്റെപ്സ് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ആ താളവും എ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അവരുടെ സിങ്ക്രണൈസേഷൻ, അവർ 10 സെക്കൻഡ് ഒരുമിച്ചത് ഇങ്ങനെ 2 പേരുടെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി, അത് ഭയങ്കര രസമാണ്. അവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്. ഋതിക് റോഷൻ അത്രയും കുത്തി പറയുന്നത് നമ്മൾ ആവുന്നു പറഞ്ഞു. പക്ഷേ രജനികാന്തും KS രവികുമാറിലൂടെ നിന്നിട്ട് അവർ തമ്മിലുള്ള ജസ്റ്റ് വയറൊക്കെ അനക്കിക്കൊണ്ട് അത് പ്രായമുള്ള ആൾക്കാർ വണ്ണമുള്ള ആൾക്കാർ ചെയ്യും. പക്ഷേ ഭയങ്കര രസമാണ്, അത് കണ്ടു നോക്കണം. ആൻഡ് പുരിയാത്ത പുതിരിൽ പുള്ളിയുടെ ഫസ്റ്റ് പടം ആയതുകൊണ്ട് പുള്ളി ഒരു കൈവിട്ട കളി ചെയ്തിട്ടുണ്ട്. ഈ പടം തുടങ്ങുന്നത് പുള്ളിയെ വെച്ചിട്ടാണ്. പുള്ളി ഇതിൻ്റെ ഗസ്റ്റ് റോൾ വരുന്ന സാധാരണ ക്ലൈമാക്സിലും ഇടയ്ക്കൊക്കെ ആയിരിക്കും. പക്ഷേ പുള്ളി ഫസ്റ്റ് പടം ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഇതാണ്. എനിക്കൊന്ന് വേറൊരു സിനിമയ്ക്കകത്തും ആ പടത്തിൻ്റെ ത്രൂ ഔട്ടിനെ കണക്ട് ചെയ്യുന്നൊരു സീനായിട്ട് വന്നിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഗസ്റ്റ് റോൾ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് സ്റ്റാർട്ടിങ് സീൻ ഒരു ജയിലിലാണ്. ജയിലിലെ ഒരു ഖൈദിയാണ് KS രവികുമാർ. KS രവികുമാറും നമ്മുടെ റഹ്മാനും തമ്മിലൊരു ഫൈറ്റിലാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അവർ ആ ഫൈറ്റ് നടത്തുന്നത് റഹ്മാനെ ജയിലിൽ നിന്ന് പുറത്തിയാടിക്കാനുള്ള ഡിസ്ട്രാക്ഷന് വേണ്ടിയാണ്. സോ ആ പടത്തിൽ വേറൊരു സീനിൽ ഇയാളില്ല. ഇയാൾ ജയിൽ ഇൻമൈൻ്റായിട്ട് മാത്രം കാണിക്കുന്നു. ഇവരുടെ അടിയുണ്ടാക്കുന്നു, പോലീസ് വരുന്നു. ഇയാൾ പോലീസിനെ ഒതുക്കി വെച്ചിട്ട് റഹ്മാനെ പുറത്തിയാളെ ഹെൽപ്പ് ചെയ്യുന്നു. റഹ്മാൻ ജയിലിൽ ആടിപ്പോകുന്നു, പോലീസ് ചേസ് ചെയ്യുന്നു. ഇവിടെ നിന്നാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പോലീസ് റഹ്മാനെ പിടിക്കാൻ വേണ്ടി ചേസ് ചെയ്യുന്നു. റഹ്മാൻ ഓടുന്നു, ജീപ്പ് കൊണ്ടുവരുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന റഹ്മാൻ്റെയും ജീപ്പിൻ്റെ ഇടയിലേക്ക് ഒരാൾ പെട്ടെന്ന് വന്ന് ചാടി വീണ് ആക്സിഡൻ്റ് ആകുമ്പോൾ പോലീസുകാർ അവിടെ സ്റ്റോപ്പ് ആകുമ്പോൾ റഹ്മാൻ അവിടുന്ന് രക്ഷപ്പെട്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ റഹ്മാൻ പോകുമ്പോൾ ഇതേ സമയം തന്നെ ഒരു രാത്രിയായ നടക്കുന്നത്. രാത്രി ഒരു വീട്ടിലിരുന്ന് ഒരു കോമിക്കൽ ക്യാരക്ടർ, എനിക്ക് ആളിനെ പരിചയം, നമ്മൾ വേറെ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. അയാൾ ഡിറ്റക്റ്റീവ് നോവൽ എന്തൂസിയാസ്റ്റാണ്. അയാൾ ഇങ്ങനെ നോവൽ മറിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അയാൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലിനനുസരിച്ച് റഹ്മാൻ്റെ മൂവ്മെൻറ്റ്, ഇരുട്ടിൽ അയാളിങ്ങനെ എന്തോ നോക്കി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. പട്ടി കുരയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇയാളുടെ വീട്ടിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ അയാൾ പേടിക്കുന്നുണ്ട്. അയാൾ ഭാര്യ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ അയാൾ പേടിച്ചു തൂറിയ, പക്ഷേ ഡിറ്റക്റ്റീവ് നോവൽ ഇങ്ങനെ വായിക്കാൻ രാത്രി ഇരുന്ന് വായിക്കാൻ ഇഷ്ടമുള്ള ആൾ. അങ്ങനെ അയാളുടെ വീട്ടിലേക്കാണ് റഹ്മാൻ കയറി വരുന്നതെന്ന് തോന്നിപ്പിക്കുമ്പോൾ ഇയാൾ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് പട്ടി കുരയ്ക്കുന്നു. അപ്പോൾ ശരിക്കും റഹ്മാൻ അപ്പുറത്തെ വീട്ടിലേക്കാണ് വന്ന് കയറുന്നത്. റഹ്മാൻ വന്ന് ഡോറ് തുറക്കുമ്പോൾ അടുക്കളയിൽ നായിക നിൽക്കുന്നത് രേഖയാണ്, നമ്മുടെ രേഖ മീൻസ് പുള്ളിക്കാരി തമിഴിലും തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. രേഖ ജോലി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തോ ശബ്ദം കേട്ട് രേഖ തിരിയുമ്പോഴത്തേക്ക് റഹ്മാൻ ഓടി വന്ന് ബാബുത്തോളം അലയ്ക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചറിയും. റഹ്മാൻ താടിയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ നോക്കിയിട്ട് അവൾ വരുമ്പോഴത്തേക്ക് റഹ്മാൻ അവളുടെ വായി പൊത്തിപ്പിടിക്കും. റഹ്മാനെ അവളിങ്ങനെ നോക്കി തിരിച്ചറിയും. അവൾ അലയ്ക്കാൻ പോയതാണ്, പക്ഷേ പെട്ടെന്ന് നോക്കി തിരിച്ചറിയുമ്പോഴത്തേക്ക് റഹ്മാൻ കൈമാറ്റും. അപ്പോൾ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു, കോളേജ് മേറ്റ്സ് ആയിരുന്നു, പഴയ കോളേജ് മേറ്റ്സ്. അപ്പോൾ രഘു നീ എന്താ ഇവിടെ എന്ന് ചോദിക്കത്തേക്ക്, എന്താ ഈ വേഷത്തിൽ, എന്താ പ്രശ്നം എന്നൊക്കെ അവളിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പറയും ഞാനൊരു പ്രശ്നത്തിലാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ജയിൽ പുള്ളിയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ ഒരു തൂക്കുമര ശിക്ഷ പ്രതിയാണ്, അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയാണ് റഹ്മാൻ. അപ്പോൾ ഇവൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ നീ ചെയ്ത തെറ്റെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചെയ്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ പ്രണയിച്ചു ഒരാളെ, അതികഠിനമായി അതിഭീകരമായി ഞാൻ ഒരാളെ പ്രണയിച്ചു എന്ന് പറയും. പെട്ടെന്ന് ഡോറിൽ തട്ടി വെക്കും. അപ്പോഴത്തേക്ക് റഹ്മാൻ ഇങ്ങനെ നോക്കും, അവളിങ്ങനെ നോക്കും. റഹ്മാൻ ഓടി വന്ന് ജനലിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് വെളിയിൽ പോലീസ്. റഹ്മാൻ ഓടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെ വിളിക്കും. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തനായിട്ട് ഓടിയിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു അലമാരി. അവൻ റഹ്മാൻ ഓടിപ്പോയി അലമാര തുറക്കുമ്പോൾ
ഒരു ഡെഡ് ബോഡി പുറത്തേക്ക് വീഴും. ഞാനും പ്രേമിച്ചു ട്വിസ്റ്റ്. രഘുവരൻ. അപ്പോൾ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് വീട്ടിലാരുമില്ല, ഹസ്ബൻഡ് കൽക്കട്ടയ്ക്ക് പോയേക്കുവാന്നാ പറഞ്ഞത്. ഇത് അപ്പോഴത്തേക്ക് അമ്മ ഞെട്ടി, പോലീസ് മുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവളുടെ മുഖം മാറി, ഇവൾ വിളറി വിയർത്ത്. റഹ്മാൻ ആകെ കണ്ണി നിൽക്കുമ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്ത് ഓടി വന്നിട്ട് ബോഡി തിരിച്ചകത്ത് വെച്ചിട്ട്, എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു സമയത്ത് കൊല്ലേണ്ടി വന്നു, എന്നെ ഒറ്റ കൊടുക്കുക, എന്നെ സഹായിക്കണം പറയും. ആദ്യം റഹ്മാൻ എന്നെ സഹായിക്കണം പോലീസിനോട് പറയലെന്ന് ഞാൻ. ഇപ്പം ബോഡിയും റഹ്മാനും അലമാരക്കകത്ത്, ഇവളെ അലമാര അടച്ചിട്ട് ബോഡി ഫ്രഷാണ്. ആ ഫ്രഷാണ്, കഴുത്തൊക്കെ അവിടെ കുത്തൊക്കെ ഉണ്ട്, ബ്ലഡൊക്കെ ഉണ്ട്, എല്ലായിടത്തും അകത്ത് അവൾ പെട്ടെന്ന് ഒതുക്കിയിട്ട് അവൾ പോയി ഡോറ് തുറക്കും. എന്നിട്ട് അവളിങ്ങനെ ആ ഭാഗത്തേക്ക് ടെൻഷൻ ഉണ്ടവർക്ക് ഡോർ തുറക്കുമ്പോൾ ഒരു ഇൻസ്പെക്ടർ, നമ്മൾ സിനിമയ്ക്ക് തമിഴ് സിനിമയിൽ കണ്ടിട്ടുള്ള മനുഷ്യനാണ് അയാൾ, അകത്തേക്ക് കയറി വരും. ഇൻസ്പെക്ടർ CA ശരത്തൻ കണ്ട അയാൾ കയറി വന്നിട്ട്, അയാളുടെ ക്യാരക്ടർ നെയിമാണ് ഇൻസ്പെക്ടർ ശരത്തൻ എന്ന് തോന്നുന്നു. അപ്പോൾ അയാൾ അകത്തേക്ക് കയറി വരും. അപ്പോൾ അയാൾ അകത്തേക്ക് വരും, മാഡം ഞങ്ങൾ കുറേ നമ്മൾ മാഡത്തിനെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നു, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ചക്രവർത്തി കൽക്കട്ടയ്ക്ക് പോയ ഫ്ലൈറ്റ് തകർന്ന് ആൾ മരിച്ചു. അപ്പോൾ അവർ നമ്മൾ അതിൻ്റെ സംബന്ധപ്പെട്ട നമ്മുടെ തമിഴ്നാട്ടിലെ ആൾക്കാരെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുക, മാഡത്തിന് എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലെന്ന്. അപ്പോൾ അവൾ കരഞ്ഞു, അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ് തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അയാളിങ്ങനെ അവർ അലമാര ഭാഗത്തേക്ക് നോക്കും. അപ്പോൾ റഹ്മാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അയാൾ അലമാര ഭാഗത്തേക്ക് നടന്നു വരും. റഹ്മാൻ പേടിക്കുമ്പോഴത്തേക്ക് അയാൾ വന്ന് ഫോണിൻ്റെ അവിടെ വരും. എൻ്റെ അടുത്ത് ഫോൺ ഇരിപ്പുണ്ട്, ഫോണിൻ്റെ റിസീവർ മാറിയിരിക്കുക. സാർ ഇത് കണ്ടോ, ഇത് മാറിയിരിക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടാഞ്ഞത്, അതുകൊണ്ടാണ് എനിക്ക് ഈ സമയത്ത് ഓടി വന്ന് ബുദ്ധിമുട്ട് വന്നത്. എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്നുള്ള രീതിയിൽ അവൾ പറയും. ഒന്ന് ആശ്വസിപ്പിക്കുക അവൾ കരഞ്ഞുകൊണ്ടിരിക്കും. അയാൾ പുറത്തേക്ക് പോകും. അയാൾ പോയി കഴിയുമ്പോൾ ഇവൾ എഴുന്നേക്കും, റഹ്മാൻ പുറത്തേക്ക് വരും. അപ്പോൾ ഇവൾ പറയും, എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് വന്നതല്ല, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എൻ്റെ ചേട്ടൻ, അവളുടെ ചേട്ടൻ മാത്രമേ അവൾക്കുള്ളൂ, അച്ഛനില്ല. അപ്പം പുള്ളിക്കാരൻ്റെ സുഹൃത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാണ് അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ബിസിനസ്മാൻ, വലിയ പണക്കാരൻ ചക്രവർത്തി രഘുവരൻ ആ ക്യാരക്ടർ ചെയ്യുന്നത്. അയാൾക്ക് ഭയങ്കര സംശയമാണ്. കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടേ അയാളൊരു ഓക്വേർഡ് ബിഹേവിയറാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നൈറ്റ് തൊട്ടേ ഇവളോട് അടുക്കാൻ വരും, അയാൾ ഇവളോട് അടുക്കാൻ വരും, പക്ഷേ അയാൾക്ക് കൂടുതൽ ഇൻറ്റിമേറ്റ് ആവാൻ പറ്റത്തില്ല. അയാൾ എന്തോ സംശയിച്ച് എഴുന്നേറ്റ് പോകും, ബെഡ്റൂമിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. അയാൾ ഇടയ്ക്കിടയ്ക്ക് മാറി നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കാണും. അതായത് പുള്ളി ഒത്തിരി എന്താ പറയുന്നത്, ഒരു അരവട്ട്, അതിനൊരു പേര് പറയില്ല, ഇങ്ങനെ നമ്മൾ ഡെല്യൂഷണൽ, അയാൾ ഇത്തിരി ഡെല്യൂഷണലാണ്. എന്ത് കണ്ടത്, അയാൾ ഫാമിലിയിലെ ഡ്രൈവറിനെ, ഇയാളുടെ അസിസ്റ്റൻറ്റ് മാനേജർ വീട്ടിൽ വരുമ്പോൾ ഒക്കെ ഇയാൾ സംശയിക്കും, അവരെ അകത്ത് കയറ്റത്തില്ല. എന്നിട്ട് ഇനി മൊത്തം ഒരു ആണിനെ അകത്ത് കയറ്റത്തില്ല, എന്ന് വെച്ചാൽ പ്രായമായ സ്ത്രീയാണ് ജോലിക്ക് നിർത്തിയേക്കുന്നത്. അങ്ങനെ ഇവളെ ഭയങ്കര കൺട്രോൾ ഫ്രീക്കായിട്ടുള്ള മനുഷ്യൻ അകത്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവർ പുറത്ത് പോകുമ്പോൾ സമയത്ത് അവരൊരു ഹോട്ടലിൽ, ഗുഡ് നൈറ്റ് റെസ്റ്റോറൻറ്റിൽ ഡിന്നറിന് പോകുമ്പോൾ അവിടെ പാട്ട് പാടുന്ന ഒരാൾ, ഭയങ്കര രസമായിട്ട് പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യുന്നൊരു മനുഷ്യൻ, സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ പാട്ട് കഴിയുമ്പോൾ ഇവളെ വന്ന് പരിചയപ്പെടും. അപ്പോൾ ഇവരുടെ നാട്ടുകാരിയാണ്, ഇവൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇപ്പം ഇവരുടെ പഴയ നാട്ടിൽ ഉള്ള വീടിൻ്റെ അടുത്തുള്ള ചെറുപ്പത്തിലെ ഫ്രണ്ടാണ് സുരേഷ്. ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം രഘുവൻ ശ്രദ്ധിക്കും. രഘുവൻ ഇങ്ങനെ ഭയങ്കര ഇതാവും, അവരുടെ ഭയങ്കര കാര്യമായിട്ടുള്ള അവളുടെ സംസാരം, അവൻ്റെ സംസാരം കാണുമ്പോഴത്തേക്ക് ഇതാവും. അവൻ ഭയങ്കര അട്രാക്റ്റീവായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് രഘുവരനൊരു കോംപ്ലക്സ് അടിക്കും. അപ്പോൾ ഇവനെ ഇടയ്ക്കിടയ്ക്ക് രഘുവരൻ്റെ സുരേഷിൻ്റെ ഡീറ്റെയിൽസൊക്കെ രഘുവരൻ ചോദിക്കും. അത് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുകയും ചെയ്യും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപദ്രവവും പരാതികളും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവളാണെങ്കിൽ സുരേഷിന് ദിവസം പുറത്ത് കൊണ്ടിട്ട് പറയും, അവൻ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, എനിക്കിവിടെ ആരും പരിചയമില്ല, ഡോക്ടറിനെ കാണിക്കണം, എനിക്ക് തോന്നുന്നു എന്തോ മെൻ്റൽ പ്രോബ്ലം ഉണ്ട്, ഡോക്ടറിനെ കാണിക്കണം, അതുകൊണ്ട് ആരെ കാണിക്കണം. അപ്പോൾ സിറ്റുവേഷൻ പറയും, ഇങ്ങനെ സംശയമാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പാർക്കിലിരിക്കുന്നത് രഘുവരൻ കണ്ടു. രഘുവരൻ വീട്ടിൽ പോയിട്ട് ഇവൾ വന്ന് കയറുമ്പോൾ ഇവിടെ പോയെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കും. എന്നിട്ട് ചൂടുള്ള രസം മുഖത്തൊഴിക്കും. ആദ്യമായിട്ട് അവളെ അടിക്കും, ഉപദ്രവിക്കുന്ന അന്നാണ്. അപ്പോൾ അതുവരെയുള്ള സംശയങ്ങളും വാക്കുകൊണ്ടുള്ള ഹരാസ്മെൻറ്റും ഉള്ളായിരുന്നു. അവളെ ഉപദ്രവിക്കും, അന്ന് അടിക്കും. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഇയാൾ കൽക്കട്ടയ്ക്ക് പോകുന്നത്. കൽക്കട്ടയ്ക്ക് പോകുമ്പോൾ സുരേഷിനെ ഇവൾ വീട്ടിലേക്ക് വിളിക്കും. സുരേഷ് വീട്ടിൽ വന്ന് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, ഇത് പ്രശ്നം, ഇവനിങ്ങനത്തെ ചെറിയ സംശയവും മാനസിക പ്രശ്നം, ഇവനെന്താ ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്, ഇവനെ നീ വിട്ടിട്ട് പോക്കോ, നിന്നെ സഹായിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് തോന്നുന്നത് നീ ഡൈവോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഡോറ് തുറന്ന് രഘുവരൻ കയറി വരും. ഭയങ്കര കിടിലൻ സീനാണ് കേട്ടോ. അതായത് ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്ന് ഇവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഇവളുടെ തോളത്തിന് തട്ടി, എനിക്ക് നിനക്കൊരു ഒന്നും ചെയ്യാൻ പറ്റുന്നത്, നീ ഡൈവോഴ്സ് ചെയ്യാൻ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവനിങ്ങനെ കയറി വന്നിട്ട് രഘുവരൻ ഇങ്ങനെ ഭയങ്കര സൈക്കോട്ടിക് ക്യാരക്ടർ അതിനകത്ത്. രഘുവരൻ ഭയങ്കര മാസ്റ്റർ പെർഫോമറാണെന്ന് നമ്മൾ പണ്ടോട്ടേ കേൾക്കുന്നതാണ്. പല സിനിമയിൽ നമ്മൾ പല സാധനങ്ങളും കണ്ടിട്ടുണ്ട്, വില്ലൻ സാധനങ്ങളിൽ. പുള്ളി നായകനായിട്ട് മലയാളത്തിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. സൂര്യമാനസാനത്ത് വില്ലനാണ് പുള്ളി. വ്യൂഹം എന്ന സിനിമയ്ക്കകത്തും അങ്ങനെ, വ്യൂഹം പുള്ളിയുടെ പടമാണ്, പുള്ളി നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ സീനിൽ അതായത് ഭർത്താവും ഭാര്യയും തമ്മിൽ ഇരിക്കുന്നു, പക്ഷേ ഭാര്യയുടെ ഫ്രണ്ടും ഇരിക്കുന്നു. ഭർത്താവ് ഡെല്യൂഷനിലാണ്, രഘുവരൻ ഡെല്യൂഷനിലാണ്.
പുള്ളിക്ക് സംശയമുണ്ട് ഈ ഭാര്യയും ഈ കൂട്ടുകാരനും അവർ തമ്മിൽ സുഹൃത്തുക്കൾ മാത്രമല്ല അവിഹിതമുണ്ടെന്ന് സംശയമുണ്ട്. അവളോട് പലരോട് ചോദിച്ചിട്ടുണ്ട്, ഇവളില്ലെന്ന് പറഞ്ഞ സാധനത്തിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒരു ഇത്തിരി ഓക്വേർഡ് സിറ്റുവേഷൻ അയാൾ കണ്ടുകൊണ്ട് അയാളില്ല എന്നുറപ്പുള്ള സമയത്ത് അയാൾ കൊൽക്കട്ടയ്ക്ക് പോകാൻ തിരിച്ചു വന്ന സമയത്ത് ഇത് കാണുന്നത്. ആ സമയത്ത് ഒരു ചേഞ്ച് ഉണ്ട് പുള്ളിയുടെ എക്സ്പ്രഷനിലൊക്കെ. ഭയങ്കര കിടിലൻ സീനാണ്. പുള്ളി പറയുന്നത് ഐ നോ എന്ന് പറഞ്ഞാൽ പുള്ളി തുടങ്ങുന്നത് ഒരു 1.5 മിനിറ്റ് സീനാണ്. ആ 1.5 മിനിറ്റ് സീനിൽ രഘുവരൻ ഒറ്റ ഡയലോഗ് പറയത്തുള്ളൂ, ഐനോടെ പല മോഡുലേഷൻ, ഐനോടെ പല വേരിയേഷൻ, ഐനോടെ പല എക്സ്റ്റൻഷൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ, നിങ്ങൾക്ക് എന്താ അറിയാവുന്ന ഐ നോ. പുള്ളി ഇങ്ങനെ ക്യാരക്ടർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വൻ കിടിലൻ സീനാണ് അത്. എനിക്ക് രവികുമാറിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ അത് കണ്ടിട്ടുണ്ട്. പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. ആ സീനിൽ ഞാൻ എത്ര ഐനോ പറയുമ്പോൾ രവികുമാർ പറഞ്ഞു കൊടുത്തു, ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പുള്ളി റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് പുള്ളി 66 ഐനോ പറഞ്ഞു കാണിച്ചെന്നാണ് പുള്ളി പറഞ്ഞത്. ഡയറക്റ്റ് 66 ഐനോ. ആ 1.5 മിനിറ്റിൽ രഘുവരൻ പല ടൈപ്പ് ഓഫ് ഐനോ എക്സ്പ്രഷൻ്റെ വേരിയേഷനിലുള്ള ഐനോ കാണിക്കും. ഇതിൻ്റെ ഒടുവിൽ അടിയാവും ഇവർ തമ്മിൽ. ഈ അടിയുടെ ഒടുവിൽ ഇയാൾ പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കും. അപ്പോൾ രഘുവരൻ അവളെ വിട്ടിട്ട് ഇതിനെ പിടിക്കാൻ പോകും. അങ്ങനെയാണ് ഈ റിസീവർ മാറിയിരുന്നത്. ഈ വഴക്കിനൊടുവിൽ സുരേഷിനെ അടിച്ചിട്ട് സുരേഷിനെ പുറത്തേക്ക് ഓടിക്കും. സുരേഷ് ഞാൻ പോലീസിനെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞ് സുരേഷ് ഇറങ്ങി ഓടും, ഇവളുടെ പുറകെ ഓടും. അങ്ങനെ ഈ മൽപ്പിടുത്തത്തിനൊടുവിൽ അടുക്കളയിൽ വെച്ചിട്ടാണെങ്കിൽ അയാൾ ഒരു ചിരവ എടുക്കും. ആ ചിരവ എടുത്ത് അങ്ങനെ ഇതിൻ്റെ ഒടുവിൽ എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നു എന്ന് പറഞ്ഞ് രേഖ കഥ അവസാനിപ്പിക്കും. എന്നിട്ട് പറയും എന്നെ ബോഡി ഒഴിവാക്കാൻ എന്നെ സഹായിക്കണം. സുരേഷ് പോലീസിനെ വിളിക്കാൻ പോയി. എന്നിട്ട് ഞാൻ അത് ഒരു പോലീസുകാരൻ മറ്റേ എയർപോർട്ട് എയർപോർട്ട് അധികൃതരെ വിളിച്ചിട്ട് ആ കണക്ട് ചെയ്ത പോലീസുകാരനല്ലേ ഇല്ല വന്നിട്ടില്ല. സുരേഷ് പോലീസിനെ കൊണ്ട് കണ്ട വഴി ഓടിയതല്ലേ ഉള്ളൂ. അല്ല, സുരേഷ് പോലീസിനെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഇവൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, സുരേഷ് വന്നില്ല. അപ്പോൾ ഇവൾ തീരുമാനിക്കുന്നു സുരേഷിന് വരത്തില്ല, പേടിച്ച് പോയെന്ന്. അവൾ അങ്ങനെ ബോഡി ഒളിപ്പിച്ചിട്ട് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ കയറി വരുന്നത്. ഇവർ എന്നെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, ഇതിനെന്ന് പറയും, രക്ഷപ്പെടുത്താൻ സഹായിക്കണം. ഇയാൾ പോകാൻ നിന്നതാ, ഇയാൾ പോയിട്ട് ഡൗട്ട് കൊണ്ട് തിരിച്ചു വന്നതാ. പിന്നെ ഇത് അന്നത്തെ കാലത്തെ ആയതുകൊണ്ടായിരിക്കും അവരിത് ക്രോസ് ചെക്ക് ചെയ്ത് ഇയാൾ കയറിയിട്ടില്ലെന്ന് അറിയുന്ന സമയമാണ് ഇവൾക്ക് ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ ബോഡി ഒളിപ്പിക്കാൻ എന്നെ സഹായിക്കണം എന്ന് പറയും. അപ്പോൾ റഹ്മാൻ പറയും ഞാൻ സഹായിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ദൂരെ എസ്റ്റേറ്റ് ഉണ്ട് രഘുവരന്. അവിടുത്തെ കുളമുണ്ട്, കിണറുണ്ട്, ആരും ഉപയോഗിക്കാത്തത്. അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ബോഡി എടുത്ത് കാറിൻ്റെ ഡിക്കി വെക്കുന്നു. റഹ്മാൻ പുറകെ പതുങ്ങിയിരിക്കുന്നു. ഇവൾ കാർ എടുത്തുകൊണ്ട് പോകുന്നു. അവർ ആ എസ്റ്റേറ്റിൽ ചെന്നിട്ട് ഒരു കല്ല് കെട്ടി റഹ്മാൻ ഇവളെ ബോഡി എടുത്ത്, ഇയാളുടെ ബോഡി എടുത്ത് രഘുവരൻ്റെ ബോഡി കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു. താന്നു പോയി. അവർ തിരിച്ചു വരുന്നു, എല്ലാം വൃത്തിയാക്കുന്നു. രഘുവരൻ്റെ ഡ്രസ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, തുടച്ച തുണി, ഇതൊക്കെ എടുത്ത് കത്തിക്കുന്നു. വേസ്റ്റ് തെളിവുകളെല്ലാം ഒഴിവാക്കിയിട്ട് അവളെ ക്ലിയർ ആക്കിയിട്ട് അവർ രണ്ടുപേരും ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റഹ്മാൻ മുകളിലത്തെ നിലയിലും രേഖ താഴത്തെ നിലയിൽ നിൽക്കും. റഹ്മാൻ അവിടെ ഇരിക്കുമ്പോൾ റഹ്മാൻ ഓർക്കും റഹ്മാൻ്റെ ഫ്ലാഷ് ബാക്ക്, റഹ്മാൻ്റെ ലവ് ട്രാക്ക് കാണിക്കും. റഹ്മാൻ സിത്താര എന്നാണ് അവളുടെ പേര്. നമ്മുടെ മലയാള സിനിമയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. സിത്താര എന്നാണ് തോന്നുന്നു പുള്ളിക്കാരുടെ പേര് എൻ്റെ ഓർമ്മയിൽ. ഏത് സിനിമ പറയാൻ എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. വിജയരാഘവൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. വെച്ചാൽ അങ്ങനെ ചെറിയ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സിത്താര ഞാൻ ഒന്ന് നോക്കിയിട്ട് നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ പറയില്ല അത് പെൺകൾ ഏതാണ്. റഹ്മാൻ്റെ ലവ് ട്രാക്ക് കാണിക്കും. ആ ലവ് ട്രാക്കിൽ ഒരു പാട്ട് വരും. പാട്ടിൻ്റെ ഡ്രീം സീക്വൻസിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് മോർണിംഗിലേക്ക് റഹ്മാൻ ഞെട്ടി എഴുന്നേക്കുമ്പോഴത്തേക്ക് പുറത്തൊക്കെ നല്ല ബഹളം. ചക്രവർത്തി മരിച്ചതറിഞ്ഞ് പത്രത്തിലും വാർത്തയായി, TV ന്യൂസായി. കൽക്കട്ട പ്ലെയിൻ ക്രാഷ് ആയതറിഞ്ഞ് ആൾക്കാരും നെയ്ബേഴ്സും ബന്ധുക്കളൊക്കെ വന്നു. രേഖയുടെ സഹോദരനും ഫാമിലിയും വന്നിട്ടുണ്ട്. ആകെ ബഹളം താഴെ. രേഖ പേടിച്ചിരിക്കുക, മേളിൽ റഹ്മാനുണ്ട്. റഹ്മാൻ നോക്കുമ്പോൾ കാര്യം മനസ്സിലായി. റഹ്മാൻ പെട്ടെന്ന് ഉറക്കം മേളിൽ അന്ന് അവളെ സമാധാനിപ്പിക്കാൻ നിർത്തിയതാ. പക്ഷെ അവൻ കിടന്ന് ഉറങ്ങിപ്പോയി. മറവ് ചെയ്തു. തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നത്. അവളെ ഒറ്റയ്ക്ക് ആക്കാതിരിക്കാൻ വേണ്ടി അവനവിടെ തന്നെ നിന്നു. എന്നിട്ട് റഹ്മാൻ നോക്കുമ്പോൾ ആളാന്ന് കണ്ടുമ്പോൾ റഹ്മാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് ഒരു രഘുവരൻ്റെ ഒരു പെട്ടിയൊക്കെ എടുത്തിട്ട് ബാൽക്കണി വഴി ചാടി ബാക്ക് സൈഡിൽ കൂടെ മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അയൽക്കാരൻ ഇത് കാണും, ഒരാൾ മതിൽ ചാടി പുറത്ത് വരുന്നത്. അയാൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. അയാളിങ്ങനെ നോക്കും. അയാൾ ശരിക്കും ഒരു കോമഡി ട്രാക്കാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് സംശയമാവും. അയാളിങ്ങനെ റഹ്മാനെ ഇങ്ങനെ ഫോളോ ചെയ്യും. റഹ്മാൻ്റെ ഒരു ഓട്ടോയിൽ കയറി പോവും. റഹ്മാൻ പോയിട്ട് താടിയൊക്കെ വടിച്ചിട്ട് ഇതേ അറ്റയറിൽ തിരിച്ചു വരുമ്പോൾ അയാൾ വീണ്ടും കാണും. അപ്പോൾ അയാൾക്ക് വീണ്ടും ഇവനല്ലേ കുറച്ച് മുന്നേ അങ്ങോട്ട് പോയെന്ന്. റഹ്മാൻ തിരിച്ചു വരുമ്പോൾ രേഖയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ മുകളിലുണ്ട്. അപ്പം ഫ്രണ്ടിൽ കൂടെ കയറി എന്നിട്ട് പറയും രഘുവരൻ്റെ ഫ്രണ്ടാന്ന് പറയും. അപ്പോൾ രേഖ പരിചയപ്പെടുന്ന രേഖയുടെ ചേട്ടൻ, ഇത് ചക്രവർത്തി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, ബിസിനസ് പാർട്ട്ണറാണെന്നൊക്കെ പറയും. അവൻ അവിടെ തന്നെ നിൽക്കും. അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തും. അപ്പോൾ അവിടെ സസ്പീഷ്യസ് ആയിട്ട് കുറേ ആൾക്കാരുണ്ടെന്ന് ഇയാളുടെ കണ്ണിൽ കാണിക്കും.
കോമഡി ക്യാരക്ടറിൻ്റെ കണ്ണി നോക്കും മൊത്തം സസ്പീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ കാണുന്നത്. അത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ, കണ്ണാടിയൊക്കെ വെച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒളിച്ചിരിക്കുന്ന ഒരാൾ, ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ഫോൺ കോൾ വരും. അതിലേക്ക് ഫോൺ കോൾ വരുമ്പോഴത്തേക്ക് എടുക്കുമ്പം റഹ്മാനാ ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഹലോ ഞാൻ സുരേഷാ, ഗീതയ്ക്ക് ഒന്ന് കൊടുക്കുമോ, ഗീത രേഖയുടെ പേരാണ്, ഗീതയ്ക്ക് ഒന്ന് കൊടുക്കുന്നത്. അപ്പോൾ റഹ്മാൻ പെട്ടെന്ന് മനസ്സിലായി സുരേഷ് ആരാന്ന്. സുരേഷ് എന്തോ വരുന്നത് വെച്ചാൽ റഹ്മാനെ ഓടിച്ച പോലീസ് ജീപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരാൾ വന്ന് ആക്സിഡൻ്റ് ആയില്ലേ, അങ്ങനെ അത് സുരേഷ് ആയിരുന്നു. അപ്പോൾ സുരേഷിനെ പോലീസ് ഹോസ്പിറ്റലാക്കി. സുരേഷ് ബോധം പോയി. സുരേഷ് രാവിലെ ബോധം എഴുന്നിട്ട് അപ്പോൾ തൊട്ടടുത്തുള്ള കട്ടിലിൽ കിടക്കുന്ന ആളെ പത്രം വായിക്കുന്നത്. കൽക്കട്ട ഫ്ലൈറ്റ് അപകടത്തിലായി. അതിൽ മരണപ്പെട്ട പ്രമുഖരുടെ കൂട്ടത്തിൽ ചക്രവർത്തി എന്നുള്ള പേര്. അപ്പോൾ സുരേഷിന് കൺഫ്യൂഷനായി. ഇവനല്ലേ ഇന്നലെ രാത്രി ഞാൻ അവിടെ കണ്ടത്, ഇവൻ എങ്ങനെ രാത്രി ഫ്ലൈറ്റിൽ കയറിപ്പോയി മരിച്ചോ എന്നറിയാൻ വേണ്ടി ഗീതയെ വിളിക്കുന്നു, രേഖയെ വിളിക്കുന്നു. അപ്പോൾ റഹ്മാൻ പറയും ഞാൻ ഫ്രണ്ടാണ്, രഘുവാണ്, ഞാനൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയും. അവിടെ തന്നെ നിന്നോ, ആരോടൊന്നും പറയരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ട് ഒരാൾക്ക് ടെലഗ്രാം അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റഹ്മാൻ അവിടെ നിന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയിട്ട് സുരേഷിനെ കണ്ടുപിടിക്കും. നേഴ്സിനോട് ചോദിച്ചിട്ട് സുരേഷിൻ്റെ അടുത്ത് പറയും ഞാൻ ഇന്നലെ രാത്രി വന്ന സമയത്ത് ഇവിടെ നടക്കുന്നത് രേഖയുടെ ഹസ്ബൻഡ് മരിച്ചു കിടക്കുന്നു, അവൻ്റെ ഉപദ്രവം സഹിക്കുക വയ്യാതെ കൊല്ലേണ്ടി വന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്തു, ബോഡി കൊണ്ടുപോയി അവൻ്റെ തന്നെ എസ്റ്റേറ്റിലുള്ള കിണറ്റിൽ മറവ് ചെയ്തു, എന്നിട്ട് തിരിച്ചു വന്നു. ഈ പോലീസ് സംശയിച്ചേക്കുന്നത് ഇയാൾ ഫ്ലൈറ്റിൽ കയറിപ്പോൾ മരിച്ചു. അപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, സുരേഷ് ഇതിനകത്ത് ഇടപെടാൻ നിൽക്കേണ്ട, അവളെ നമുക്ക് രക്ഷിക്കണം, സുരേഷ് കുറച്ച് നാളത്തേക്ക് രേഖയെ കാണണ്ട, എങ്ങോട്ടെന്ന് വെച്ചാൽ മാറി നിന്നോ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ സസ്പീഷ്യസായിട്ട് ആൾക്കാർ വീക്ഷിക്കുന്ന കാണിക്കുന്നുണ്ട്. ഇവനെ ആണെങ്കിൽ പോലീസ് തപ്പുന്നുമുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇവനെ തപ്പി വരുന്ന പോലീസും മറ്റേ എയർപോർട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി നടക്കുന്ന പോലീസ്, അവിടെ വന്ന പോലീസുകാരൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ വെട്ടിച്ചാണ് റഹ്മാൻ വരുന്നത്. അപ്പോൾ റഹ്മാനെ ആൾക്കാർ അന്വേഷിക്കുന്നത്, തൂക്കുദണ്ഡന ഖൈദിയാണല്ലോ പുള്ളി. അപ്പോൾ റഹ്മാൻ ഇവരെയൊക്കെ വെട്ടിച്ച് വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരും. അവിടെ ആൾക്കാർ ഒഴിയും. ഇയാൾ ഇവിടെ നിൽക്കുന്നത് മറ്റേ അയൽക്കാർ സംശയമുണ്ട്. പതുക്കെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇവൾ പറയും എന്നെ വിട്ടു പോകരുത് എന്ന് പറയും. അപ്പോൾ റഹ്മാൻ പറയും ഞാൻ ജയിലിൽ ആടിയത് നിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, എനിക്ക് എൻ്റെ പണികളുണ്ട്, ഞാൻ അതിനെ ജയിലിൽ ആടിയത്. അപ്പോൾ പറയും എന്നെ വിട്ടു പോകില്ല. അവൾ കരഞ്ഞ് അവൻ്റെ കാല് പിടിക്കും, അവിടെ തന്നെ നിൽക്കണം എന്ന് പറയും. അങ്ങനെ റഹ്മാൻ അവളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ സമ്മതിക്കും. റഹ്മാൻ അവിടെ നിൽക്കും. അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് ഭയങ്കര സസ്പീഷ്യനാണ് ഇയാൾ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് ഇയാൾ നോക്കുമ്പോൾ ഇവരെ സസ്പീഷ്യസ് ആയിട്ട് പലരെയും കാണുന്നുമുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിക്കും അത് ഭയങ്കര സീൻ. അതിനകത്ത് വേറെ സീൻ ഞാൻ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനല്ല, ഒരു നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന സീൻ. ആ സീനിൽ അയാളിങ്ങനെ ബുക്ക് വായിച്ചു കൊണ്ടിട്ട് അയാളിങ്ങനെ പല കാര്യങ്ങൾ ആലോചിക്കും. താടി വളർത്തി വന്നൊരു മനുഷ്യൻ അങ്ങോട്ട് പോയി, അയാൾ തിരിച്ച് താടി പഠിച്ചിട്ട് വന്നു, അവനെന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പറയും ഞാനും മമ്മൂട്ടിയെ മാതിരി CBI മാറണമെന്ന്. ഒരു തമിഴ് സിനിമയ്ക്കകത്ത് 90കളുടെ തമിഴ് സിനിമയ്ക്കകത്ത് അത് പറയും. അത് പറയാൻ കാരണം 89-ലോ 88-ലോ എങ്ങാണ്ടാണ് CBI ഡയറി കുറിപ്പ് റിലീസാകും. തൊട്ടടുത്ത ദിവസം ജാഗ്രത റിലീസാകുന്നത്. ഈ പടങ്ങൾ തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായിരുന്നു. ഒരു CBI ഡയറി കുറിപ്പ് തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായിരുന്നു. സൗത്ത് ഇന്ത്യൻ്റെ പുറത്തേക്ക് ന്യൂഡൽഹിക്ക് ശേഷം മമ്മൂട്ടിക്ക് അത്രയും പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്ന പടമാണ് ശരിക്കും CBI ഡയറി കുറിപ്പ്. ന്യൂഡൽഹി ഭയങ്കര ഹിറ്റായിരുന്നു, എല്ലാ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഭയങ്കര ഹിറ്റായിരുന്നു. CBI ഡയറി കുറിപ്പ് ദളപതി 91 അതിനുശേഷമാണ് വരുന്നത്. ശരിയാ, ദളപതി അതിന് ശേഷമാണ് ഹാപ്പൻ ചെയ്യുന്നത്. സോ CBI ഡയറി കുറിപ്പ് പോലുള്ള പടങ്ങളുടെയും ന്യൂഡൽഹിയുടെയൊക്കെ എഫക്റ്റ് ആയിരിക്കാം മലയാളം ആക്ടറിനെ വേണമെന്ന് മണിരത്നം പ്ലാൻ ചെയ്യുമ്പോൾ മമ്മൂട്ടിയെ വിളിക്കാൻ കാരണം ചിലപ്പോൾ അതായിരിക്കും. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് അന്ന് 1 കോടി രൂപ ഗ്രോസ് കളക്ഷൻ ഈ പടത്തിന് വന്നിട്ടുണ്ട്, CBI ഡയറി കുറിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ എനിക്കൊന്ന് മദ്രാസ് സഫയർ തിയേറ്ററിൽ അന്നൊന്ന് 365 ദിവസം CBI ഡയറി കുറിപ്പ് റൺ ചെയ്തിട്ടുണ്ട് ഒറ്റ സ്ട്രെച്ചിൽ. അന്നത്തെ അതാണല്ലോ ഹിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പൈസയേക്കാൾ കൂടുതൽ എത്ര ദിവസം ഓടിയതാണല്ലോ. അപ്പോൾ ഒരു വർഷമൊക്കെ തമിഴ്നാട് തിയേറ്ററിൽ മലയാളം പടം CBI ഡയറി കുറിപ്പ് ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ക്യാരക്ടർ പറയുന്നത് എനിക്ക് മമ്മൂട്ടിയെ പോലെ CBI ആവണമെന്ന് ഇൻസ്പയർ ആകുന്ന ഒരു ലെവലിലുള്ള റീച്ച് ഉണ്ടായിരുന്നു ആ പടത്തിന്. അപ്പോൾ ഇയാൾ അതിൻ്റെ പുറകെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളുടെ രഘുവരൻ്റെ ഫാദർ വീട്ടിലേക്ക് വരും. ഇവളുടെ സഹോദരൻ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ റഹ്മാനെ അവിടെ അവർ സ്റ്റേ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഫ്രണ്ട് എന്നുള്ള ലെവലിൽ. ഇവർക്കൊരു കോള് വരും. കോൾ എടുക്കുമ്പോഴത്തേക്ക് സുഖമായിട്ടിരിക്കുകയാണോ, ഭർത്താവിനെ കൊന്നിട്ടെന്ന് പറഞ്ഞൊരു ഫോൺ കോള്. നിങ്ങളുടെ ഭർത്താവിനെ കൊന്നെന്നും ഈ വിമാന അപകടത്തിൻ്റെ മറവിൽ ഇത് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ ഭർത്താവിനെ കൊന്ന് എസ്റ്റേറ്റിലെ കിണറ്റിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയാവുന്ന ഒരു ഫോൺ കോള്. രേഖ ആകെ ഞെട്ടി അയാൾ പറഞ്ഞത് ഓടി റഹ്മാൻ്റെ അടുത്തില്ലുമ്പോൾ റഹ്മാൻ അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റഹ്മാൻ പറയും ഞാൻ കേട്ടു, മറ്റേ എക്സ്റ്റൻഷൻ ഫോണാണ്, പറഞ്ഞു കേട്ടു, ആരോ സംഭവം അറിഞ്ഞിട്ടുണ്ട്, നമ്മളെ ഒറ്റ നിൽക്കുകയാണ്, നോക്കണം ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്യുമ്പം ഇതറിയാവുന്ന ഒരാൾ സുരേഷ് അപ്പോഴത്തേക്ക് റഹ്മാൻ പറയും അന്ന് അവനായിരിക്കുമോ ഈ വിളിച്ചത് എന്ന് പറയുമ്പോഴത്തേക്ക് രേഖ പറയും എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, സുരേഷിനെ ഞാൻ തട്ടി അല്ല, ചക്രവർത്തിയെ കൊന്നത് ഞാനല്ല, അല്ല. അപ്പോൾ ബ്രേക്കാണ് പടത്തിൻ്റെ.
ഇന്റർവെൽ ചക്രവർത്തിനെ കൊന്നത് ഞാനല്ലെന്ന് അറിയാം. അപ്പോൾ ഇന്റർവെല്ലല്ല എഴുതി കാണിക്കുന്നത് സോറി ഫോർ ദ ബ്രേക്ക് എന്നാണ് എഴുതി കാണിക്കുന്നത്. ഞാൻ അത്ര പർട്ടിക്കുലർ മൊമെന്റിൽ നിർത്തിയതിന് സോറി പോയി ചായ കുടിച്ചിട്ട് ഇന്റർവെൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവള് കഥ പറയും. ഇത്ര നേരം അവൾ പറഞ്ഞ കഥയിൽ ഇവൾക്ക് ഒന്നും മാത്രമേ നമ്മളെ വിഷ്വലൈസ് ചെയ്തിട്ടില്ല. സോ എന്താ ഹാപ്പൻ ചെയ്യുന്ന പറയും, സുരേഷ് അടിയുണ്ടാക്കി പുറത്തേക്ക് പോയി, പോലീസിനെ വിളിക്കാൻ പോയി. ഇവള് പേടിച്ചോടി അടുക്കളക്കകത്ത് ഒളിച്ചിരുന്നു. ഇവൻ വന്ന് അവളെ കണ്ടുപിടിച്ച് ചെരവായിട്ട് കൊല്ലാൻ മുമ്പ് ഓടിപ്പോയി മുകളിലത്തെ റൂമിൽ കയറി കഥ കടച്ച്. ഇവൻ വന്നിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തോ ശബ്ദം കേട്ടു. കുറച്ച് നേരം ശബ്ദം കേൾക്കാതായി. അപ്പോൾ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ്. എന്നിട്ട് അവൾ വെളിയിലൊരു ഫൈറ്റിൻ്റെ സൗണ്ട്, ആരോ തമ്മിൽ അടി ഉണ്ടാക്കുന്നു. എന്നിട്ട് പറഞ്ഞാൽ നീ പോലീസിനെ കൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചു, ഒറ്റയ്ക്കാണോ വന്നെന്ന് ഡയലോഗ് മാത്രമേ അവള് കേട്ടു. മനസ്സിലായില്ല എന്താ. ഇവള് ശ്രദ്ധിച്ചപ്പോൾ ഡോറ് ലോക്ക്ഡാണ്. അല്ല, ഇവളകത്ത് കയറി കഥ കടച്ചു. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവളകത്ത് കയറി കഥ കടച്ചു. ഇവൻ തുറക്കാൻ പറ്റാതിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തട്ടൽ നിന്നു. പുറത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവള് തുറക്കാൻ നോക്കുമ്പോൾ ഈ ഡോർ അപ്പുറത്ത് ഫ്രണ്ടിൽ നിന്ന് ലോക്ക്. ഇവക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ പഴയ സംഭവം നമ്മളെ കാണിക്കാത്ത കാര്യം ഇപ്പൊ ഇവള് പറഞ്ഞു. ഇവളുടെ കാഴ്ചയിൽ നിന്ന് കാണുമ്പോൾ നീ ഒറ്റയ്ക്കാണോ വന്നത്, നീ പോലീസിനെ കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ച ഒരാളെ അടിക്കുന്നു. ഇവള് കേൾക്കുന്നു, രഘുവരന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ അവള് പറയുന്നു ചിലപ്പം സുരേഷ് ആയിരിക്കും കൊന്നത്. കാരണം ഇവള് കണ്ടിട്ടില്ല. എന്നിട്ട് ഇവള് ബാൽക്കണി കൂടെ ഇറങ്ങി ഫ്രണ്ടിൽ കൂടെ തിരിച്ചു വരുമ്പോൾ ഡെഡ് ബോഡി കാണുന്നു. ഇവള് പേടിച്ചു പോയി. അപ്പോൾ സുരേഷ് ഇവക്ക് വേണ്ടി അവനെ കൊന്നു, എന്നിട്ട് പേടിച്ച് ഓടി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായിട്ടാണ് ഇവൾ ഈ ബോഡി ഒളിപ്പിച്ചത്. റഹ്മാൻ വരുമ്പോൾ അത് പറയേണ്ടാത്തത് കൊണ്ട് പുള്ളിക്കാരി ഏറ്റെടുത്താണ് ഞാനാ കൊന്നെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇപ്പം ഇതെല്ലാം അറിയാവുന്ന ആൾ റഹ്മാൻ എവിടെ ബോഡി ഒളിപ്പിച്ചത് നമ്മളോട് പറയുകയും ചെയ്തു. കൊന്നതവൻ, ബോഡി ഒളിപ്പിച്ചത് റഹ്മാൻ പറഞ്ഞ് അവനറിയാം. അത് വെച്ച് അവനായിരിക്കാം ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, ഇവരെ സംശയിക്കുന്നത്. റഹ്മാൻ എങ്ങനെയാണ് സുരേഷിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഫോൺ വിളിച്ചിട്ട് വാർഡന്റെ അടുത്ത് വെച്ച് ചോദിക്കും, സുരേഷ് ആരാ, ഇന്ന ആക്സിഡന്റ് മാറിപ്പോയിട്ടൊന്നും ഇല്ല, കറക്റ്റായിട്ട് സുരേഷിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷിന് കറക്റ്റായിട്ട് റഹ്മാന് കറക്റ്റായിട്ട് സുരേഷിനെ കിട്ടിയതാണ്. സുരേഷിനെ ഫോൺ ചെയ്യും, വീട്ടിൽ ഫോൺ ചെയ്യും, സുരേഷ് അവിടെ ഇല്ല. സുരേഷ് സ്ഥിരം പാടുന്ന ഗുഡ് നൈറ്റ് ഹോട്ടലിൽ ഫോൺ ചെയ്യും, സുരേഷ് അവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് സംശയിക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ എവർ നിൽക്കുന്നത്. അപ്പോൾ റഹ്മാൻ പറയും, ഞാൻ അവനോട് പറഞ്ഞായിരുന്നു നിന്നെ കാണരുത്, മാറി നിൽക്കണമെന്ന്, അതുകൊണ്ടായിരിക്കും അവൻ പോയത്. പക്ഷേ അവൻ കൊല്ലാനുള്ള സാധ്യത, അവൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് അറിയാം, വേറെ ആർക്കും അറിയത്തില്ല, കിണറ്റി കൊണ്ടിട്ട് കാര്യം. ഇത് വെച്ചിട്ട് അവനാണോ എന്ന് ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തൊട്ട് രേഖയ്ക്ക് ടെൻഷനായി. വീട്ടിൽ ആൾക്കാരുണ്ട്, അതായത് അച്ഛനുണ്ട്, അവൻ്റെ അച്ഛനുണ്ട്, ഇവളുടെ രഘുവരൻ്റെ അച്ഛനുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴത്തേക്ക് ഇവളെ ശ്രദ്ധിക്കുമ്പോൾ രാത്രികളിലൊക്കെ ഇവളെ ആരും നിരീക്ഷിക്കുന്നവരെ കാണും. ഇവൾ നോക്കുമ്പോൾ ഒരാൾ ദൂരെ മാറി ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നു. അപ്പോൾ ആ സസ്പീഷ്യസ് ക്യാരക്ടറിനെ മരണദിവസം വീട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് രഘുവരൻ ഇവൾ പോയി റഹ്മാനെ വിളിക്കും. അച്ഛൻ കാണാതെ ഇവർ പുറത്തിറങ്ങി, റഹ്മാനെ പുറത്തിറങ്ങി പോകുമ്പോൾ ആദ്യമായിട്ട് ആ ക്യാരക്ടറിനെ പ്രോപ്പർ റിവീൽ ചെയ്യും ശരത് കുമാർ. അവർ ഫൈറ്റ്, ശരത് കുമാർ ആരാ എന്താണെന്ന് കാണിക്കാതെ, അല്ല അയാൾ പോയി കാണുമ്പോൾ റഹ്മാനെ കാണുമ്പോൾ അയാൾ പതൊക്കെ മൂവ് ചെയ്യും, റഹ്മാൻ പുറകെ പോകും, പിടിക്കും, അടിയാവും, ശരത് കുമാർ അടിക്കും, റഹ്മാൻ തമ്മിൽ ഫൈറ്റ് ആവും. അപ്പോൾ ബഹളം കേട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് അയൽക്കാരൻ അസ്യൂഷ്വലി പ്രശ്നത്തിലേക്ക് വരും. ഇതിനിടയ്ക്ക് ശരത് കുമാർ റഹ്മാനെ തട്ടിയിട്ടേച്ച് മതിലിയാടി രക്ഷപ്പെടും. റഹ്മാൻ നോക്കി കാണാതെ തിരിച്ചു വരും. അപ്പോൾ അവന് വീണ്ടും ഇവിടെ എന്തൊക്കെ സംശയം, അയൽക്കാരന് ഭയങ്കര സംശയം, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത്. ഇത് അപ്പനും ആരും അറിയാതെ ഹാൻഡിൽ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നെക്സ്റ്റ് കോൾ വരും, എന്നെ കണ്ടുപിടിക്കാൻ നോക്കണ്ട, 3 ലക്ഷം രൂപ തന്നാൽ ഞാൻ ആരോടും പറയാതിരിക്കാം, ഗുഡ് നൈറ്റ് ഹോട്ടലിൽ അടുത്ത ദിവസം വരിക, രാത്രിയിൽ പരിപാടി കാണും, എന്തെങ്കിലും പെർഫോമൻസ് കാണും, പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കറണ്ട് പോകും, 3 ലക്ഷം രൂപ നീ ഇരിക്കുന്ന ടേബിളിൽ, നിനക്ക് വേണ്ടി ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും രേഖയ്ക്ക് വേണ്ടി, ആ ടേബിളിൽ പൈസ വെച്ചിട്ട് കറണ്ട് പോകുമ്പോൾ എഴുന്നേറ്റ് പോക്കോ, ഞാൻ എടുത്തോളാം, നമ്മൾ തമ്മിൽ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരും അറിയത്തില്ല, നിൻ്റെ രഹസ്യം സേഫ് ആയിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ അതനുസരിച്ച് പൈസ അറേഞ്ച് ചെയ്ത് റഹ്മാനും രേഖയും കൂടെ, ഗീത അവരുടെ ക്യാരക്ടർ നെയിമാണ്, ഒരുമിച്ച് ഗുഡ് നൈറ്റ് ഹോട്ടലിൽ പോകും. അവിടെ ചെന്ന് റിസർവ് ചെയ്ത ടേബിളിലിരിക്കും, റഹ്മാൻ മാറിയിരിക്കും. അപ്പോൾ പെർഫോമൻസ് തുടങ്ങും. പെർഫോമൻസ് ചെയ്യാൻ വരുന്നത് സുരേഷ് സിംഗറും ഡാൻസറും ഒക്കെ ആണല്ലോ. അപ്പോൾ സുരേഷ് ഒരു ഡാൻസറും കൂടെ നിന്ന് പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യും. അതിനിടയ്ക്ക് ആ ഡാൻസ് പെർഫോമൻസിനിടയ്ക്ക് സുരേഷിൻ്റെ ഒരു കത്തിയുണ്ട്. ആ കത്തി സുരേഷ് ഇങ്ങനെ വലിച്ചെറിയും. പെർഫോമൻസിൻ്റെ പാട്ടാണ്, അതായത് അവളെ ആ പെൺകുട്ടി ഡാൻസറിനെ രക്ഷപ്പെടുത്താൻ വരുന്ന ഒരാളുടെ ആ ആക്ട് പോലെയാണ് ആ പാട്ടും ഡാൻസും. ആ കത്തി വെച്ച് അവളെ രക്ഷപ്പെടുത്തി, കയറൊക്കെ മുറിച്ച് രക്ഷപ്പെടുത്തി ആ കത്തി വലിച്ചെറിഞ്ഞ് ഇങ്ങനെ പോയി. പെട്ടെന്ന് കറണ്ട് പോകും. കറണ്ട് പോകുമ്പോൾ രേഖ എഴുന്നേറ്റ് പോവും. പെട്ടെന്ന് കറണ്ട് വരും. അപ്പോഴത്തേക്ക് രേഖ നോക്കുമ്പോൾ പെട്ടി പോയിട്ടില്ല. അപ്പോൾ അവരുടെ ആക്ടിൻ്റെ ഭാഗമായിരുന്നത് രേഖ തിരിച്ചു വന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കറണ്ട് പോവും. കറണ്ട് പോയി രേഖ എഴുന്നേറ്റ് പോകുമ്പോൾ വീണ്ടും കറണ്ട് വരും. പെട്ടെന്ന് ആകെ ഒരു കമോഷൻ്റെ ഇടയ്ക്ക് ഒരു പേപ്പർ കഷ്ണം പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് വന്ന് വീഴും. രേഖ അത് കാണും. അപ്പോഴത്തേക്ക് അവിടെ ഒരാൾ മരിക്കും.
ആ ഒരു കത്തിക്കുത്തുകൊണ്ട് ഒരാൾ അല്ല വേറൊരാൾ ആ ഹോട്ടലിലിരിക്കുന്ന വേറൊരാൾ കത്തിക്കുത്തുകൊണ്ട് മരിച്ചവിടെ വീഴും. ആകെ ബഹളമാവും. ആ പേപ്പറിനകത്ത് എഴുതിയേക്കുന്നത് ഇപ്പം ഇതിന് പറ്റിയ അവസരമല്ല, അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് വരാനാണ്, വീണ്ടും സ്ഥലം ചേഞ്ച് ചെയ്തായിട്ട് വേറൊരു സ്ഥലത്ത് രാത്രി 10 മണിക്ക് വാ എന്ന് പറയും. അങ്ങനെ അവൾ ആ പൈസ എടുത്തുകൊണ്ട് വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഇല്ല, സുരേഷിനെ കണ്ടു. കമോഷൻ്റെ ഇടയ്ക്ക് എല്ലാവരും പല വഴിക്ക് ഇങ്ങനെ സുരേഷ് വേറെ സ്ഥലത്തേക്ക് അവളെ ഒരാൾ കുത്തുകൊണ്ട് മരിച്ചു. അവിടെ ആ ബഹളത്തിന് സുരേഷിന്റെ കത്തിയായിരുന്നത്. എന്നിട്ട് ഇവളെ റഹ്മാനെ വിളിച്ചോണ്ട് റഹ്മാൻ മാറിക്ക് ഇവളെ വലിയ ഒരു ഒഴിഞ്ഞ കെട്ടിടം അവിടെ കയറുമ്പോൾ ആരോ ഒരാൾ നിർദ്ദേശിക്കുന്നത് കേൾക്കാം, ഇടത്തോട്ട് വാ വലത്തോട്ട് വാ, പെട്ടി അവിടെ വയ്ക്ക് തിരിച്ചു എന്ന് പറയും. റഹ്മാൻ ഇങ്ങനെ നോക്കി നിൽക്കും. രേഖ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഒരാൾ വന്ന് ആ പെട്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന് പുറത്തേക്ക് വരും. റഹ്മാൻ അയാളെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും എല്ലായിടത്തും. പോലീസ് പട്ടവന്ന് ചാടി വരും. അയാളെ വന്ന് വളയും പോലീസ്. ശരത് കുമാർ ഒരു തോക്കുമായിട്ട് വരും. ആ പെട്ടി എടുത്തുകൊണ്ട് പോയ മനുഷ്യൻ തിരിയുമ്പം അയാൾ ഇൻസ്പെക്ടർ ശരത്താണ്. ചക്രവർത്തി മരിച്ചു എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യാൻ വേണ്ടി വന്ന പോലീസുകാരനുണ്ടല്ലോ, രഘുവരൻ മരിച്ചു ഇവളെ ഇൻഫോം ചെയ്യാവുന്ന പോലീസുകാരൻ. അപ്പോൾ അയാളെ ശരത് കുമാർ പിടിക്കും. റഹ്മാനാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ആ മറ്റേ കോമഡി ക്യാരക്ടർ ഉണ്ടല്ലോ, അയാൾ ചാടി വന്ന് റഹ്മാനെ പിടിക്കും. അപ്പോഴത്തേക്ക് അയാൾ ഇവരൊക്കെ അറിയാതെ ഇവരെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇയാൾ സ്വയം ഇൻവെസ്റ്റിഗേറ്റർ ആണല്ലോ. അപ്പോഴത്തേക്ക് പോലീസ് അവിടെ വരും, റഹ്മാനെ പിടിക്കും, രേഖയും പിടിക്കും, എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. സോ ശരത് കുമാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണെന്ന് അപ്പോൾ റിവീൽ ചെയ്യും. പുള്ളി ഈ കേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു പോപ്പുലർ ബിസിനസ്സുകാരൻ ഫ്ലൈറ്റിൽ പോയി മരിച്ചു എന്ന് പറയുന്നു, പക്ഷേ ശരിക്കും അയാൾ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലെന്ന് എയർലൈൻസ് പറഞ്ഞു. ഇയാളുടെ മാനേജർ പറയുന്നുണ്ട് അയാളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്താണെന്ന് പറയുന്നുണ്ട്. അയാളുടെ മാനേജർ എൻ്റെ വൈഫും ഒക്കെ ചേർന്ന് മാനേജറിനെ മിസ്സായി എന്നും പറയുന്നുണ്ട് അയാളുടെ മാനേജർ. അപ്പോൾ മാനേജർ യാത്ര ചെയ്തിട്ടുണ്ട്, രഘുവരൻ യാത്ര ചെയ്തിട്ടില്ല. മാനേജറിൻ്റെ വൈഫ് പരാതി കൊടുത്തിട്ടുണ്ട്. ഗുഡ് നൈറ്റ് ഹോട്ടലിൽ പ്രശ്നം നടത്തിയിട്ട് ഒരാൾ മർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തൂക്കുദണ്ഡന കൈദി പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ ഇവിടെയാണെന്ന് ശരത് കുമാർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു, ഈ വീട്ടിലാണെന്ന് ഐഡൻറ്റിഫൈ. ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാതെ ഈ പസിൽ അഴിക്കാനാണ് ശരത് കുമാർ ട്രൈ ചെയ്യുന്നത്. അതെങ്ങനെ ശരത് കുമാർ ഐഡന്റിഫൈ ചെയ്തത്? ശരത് കുമാർ ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇയാൾ ഈ സീനിലോട്ട് വരുന്നത്, മരണ വീട്ടിൽ ഇയാൾ വരുന്നുണ്ട്. ഇയാൾ എല്ലായിടത്തും ഉണ്ട്, ഒരു സസ്പീഷ്യസ് ക്യാരക്ടറായിട്ട് എല്ലായിടത്തും ഉണ്ട്. ഒരു കണ്ണാടിയൊക്കെ വെച്ചൊരാളെ നമ്മളെ കാണിക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ ഇയാൾ ഈ പറയുന്നിടത്തു നിന്നാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മളെ പ്രോപ്പറായി റിവീൽ ചെയ്യിക്കുന്നത്. അതായത് ഒരു മർഡർ നടന്നു, പക്ഷേ ശരിക്കും അയാൾ ഫ്ലൈറ്റിൽ മരിച്ചാന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ആ വീട്ടിലൊരു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുണ്ട്. ഇവർ പോയടുത്തൊരു ഹോട്ടലിലൊരു മർഡർ നടന്നു. ഇതെന്താ സംഭവം എന്നറിയാതെ ഇയാൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. പ്രോപ്പറായി ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഈ പോലീസുകാരൻ പറയും, ഓരോ ഭാഗം അഴിച്ചു വരിക. പോലീസുകാരൻ പറയും ഈ അന്ന് വന്ന് രഘുവരൻ മരിച്ചതെന്ന് പറഞ്ഞിട്ട് പോയി പുറത്തിറങ്ങി നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കാണും അവൾ പെട്ടെന്നൊരു കാറിൽ ഒരാളെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അയാൾ പതുക്കെ അറിയാതെ ജീപ്പ് എടുത്തുകൊണ്ട് ഇവരെ ചേസ് ചെയ്യുമ്പോൾ കാണും ഒരു എസ്റ്റേറ്റിൽ കൊണ്ടുപോയി ഇവർ ഡെഡ് ബോഡി വെള്ളത്തിൽ ഇടുന്നത് ഇയാൾ കണ്ടത്. അങ്ങനെയാണ് ഇയാൾ അറിയുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്ത് അയക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷേ അയാൾ നോക്കി കുറച്ച് പൈസ പ്രശ്നമുണ്ട്, എളുപ്പം സോൾവ് ചെയ്യാൻ. രഘുവരൻ്റെ ഈ പൈസ ഉള്ള ആളാണ്. അപ്പോൾ ഭാര്യയുടെ നിന്ന് പൈസ പിടുങ്ങാമെന്ന് വിചാരിച്ച് അയാൾ അന്നത്തെ ലെവലിൽ നല്ലൊരു റേറ്റാണ് 3 ലക്ഷം രൂപ ചോദിക്കുന്നത്. അങ്ങനെയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് റഹ്മാനോടും ഗീതയോടും രേഖയോടും സംസാരിക്കുമ്പോഴത്തേക്ക് രേഖ പറയും ഇതുപോലെ സുരേഷ് ആയിരിക്കും കൊന്നത്, അന്ന് അവനാണ് നമ്മളെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ഞങ്ങൾ വിചാരിച്ച് പോയത്, പക്ഷേ അവനല്ല, അപ്പോൾ അവൻ തന്നെ ആയിരിക്കും ആൾക്കാരെ കൊല്ലുന്നത് എന്ന് പറയും. സുരേഷിനെ പിടിക്കും. സുരേഷിനെ പിടിക്കുമ്പം സുരേഷിനൊന്നും അറിയത്തില്ല. സുരേഷ് ഞാനല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സുരേഷിനെ ഇടിക്കും, സത്യം പറയടാ നീയല്ലേ കൊന്നതെന്ന് പോലീസിൻ്റെ ബേദ്യം ചെയ്ത് തുടങ്ങും. അങ്ങനെ കുറേ ഇടിച്ച് കഴിയുമ്പോൾ അവസാനം കൺഫസ് ചെയ്യും. സുരേഷല്ല, റഹ്മാൻ കൺഫസ് ചെയ്യും. അവനെ ഇടിക്കണ്ട, അവനല്ല ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞ് റഹ്മാൻ്റെ സ്റ്റോറി പറയും. റഹ്മാൻ്റെ ഗേൾഫ്രണ്ട് രഘുവരൻ്റെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നു. അവനും അവൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഇവളെ അവിടെ റേപ്പ് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്താണ് റഹ്മാൻ അവളെ തപ്പി ഓഫീസിൽ നിന്ന് വരാത്തത് കൊണ്ട് തപ്പി വരുന്നു. അകത്ത് കയറുമ്പോൾ സെക്യൂരിറ്റി പിടിക്കുന്നു, അടിയാവുന്നു, ബഹളമാകുന്നു. ഇതിനിടയ്ക്ക് ഒരു കത്തിക്കുത്തിൽ രഘുവരൻ ഇവനെ കുത്താൻ വരുമ്പോൾ അവളെ ഇടയ്ക്ക് വന്ന് കയറി അവൾ മരിക്കും. അപ്പോൾ അവളെ റഹ്മാനും ചേർത്തിട്ട് പോലീസിനെ കൊണ്ട് അവളെ റേപ്പ് ചെയ്ത് കൊന്നത് ഇവനാണെന്ന് പറഞ്ഞിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഇവനെ ജയിലിൽ അയച്ചതും ഇവനെ മരത്തിലെത്തിക്കുന്നത് രഘുവരനാണ്. ഇവൻ തപ്പി വരുന്നതും രഘുവരനെ, അവൻ്റെ കൂട്ടുകാരെ അവനല്ല തപ്പി വരുന്നത്. ഇവൻ രഘുവരനെ തപ്പി വരുമ്പം ആ വീട്ടിൽ രഘുവരനും അവൻ്റെ കൂട്ടുകാരിയും കൂടെ ഇരുന്ന് അടി നടക്കുന്നു. ഇവൻ വരുന്നത് സുരേഷ് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയ സമയത്താണല്ലോ ഇവൻ അകത്തേക്ക് വരുന്നത്. സുരേഷ് ആക്സിഡൻ്റായി. ഇവൻ വരുമ്പോൾ രഘുവരനും അവൻ്റെ കൂട്ടുകാരിയും തമ്മിൽ അടി നടക്കുന്നു. അപ്പോൾ അവൻ നോക്കുമ്പോൾ അവൾ ഓടിപ്പോയി മേളിലേക്ക് കയറുന്നു. ഇവനെങ്ങനെ ഇറങ്ങി വരുന്നു, ഇവൻ തപ്പി നടക്കുന്നു. ഇവൻ പോയി TV ഓൺ ചെയ്യുന്ന സൗണ്ട് കേട്ടാൽ ശരിക്കും രഘുവരൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഇവൻ പതുക്കെ മുകളിൽ കയറിപ്പോയിട്ട് ഡോർ ഫ്രണ്ടിൽ നിന്ന് ലോക്ക് ചെയ്യും, അവൾ ഇറങ്ങി വരാതെ വിധത്തിൽ. ഇപ്പം ഇവനെ കണ്ടുകൊണ്ടാണ് രഘുവരൻ ചോദിക്കുന്നത്, ഓഹോ നീ ഒറ്റയ്ക്കാണോ, നീ പോലീസിനെ കൊണ്ടുവന്നില്ലേ എന്ന്. അവൻ ജയിലിൽ ആടി വന്നോണ്ടാണ് അവനെങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ഇവള് സംശയിക്കുന്നത് സുരേഷ് പോലീസിനെ കൊണ്ട് വന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഫൈറ്റ് നടക്കും, റഹ്മാൻ അവനെ കൊല്ലും.
റഹ്മാനിന് രണ്ടുപേരെയും കൂടെ കൊല്ലാണ്ട് ഇവൻ്റെ കൂട്ടുകാരെ. അന്ന് റേപ്പിന് ഗ്യാങ് റേപ്പിന് കൂടെ വന്നാൽ അത് പോകാൻ നോക്കുമ്പോൾ ഇവൾ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവളെയും നിർത്തിക്കൊണ്ട് ഈ പ്രശ്നം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അവൻ നോക്കുന്നത്. അപ്പോൾ അവൻ ഗുഡ് നൈറ്റ് ഹോട്ടലിൽ പോകുമ്പോൾ ഈ രഘുവരൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട്. അവനെയാണ് സുരേഷിൻ്റെ കത്തി വെച്ച് കൊല്ലുന്നത്. അപ്പോൾ സുരേഷിൻ്റെ കയ്യിലായതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് സുരേഷിൻ്റെയാണ്. അപ്പോൾ വീണ്ടും സുരേഷ് ഈ പ്രശ്നത്തിൽ എൻറ്റാങ്കിൾഡായി. അപ്പോൾ സുരേഷിനെ പെടുത്തിക്കൊണ്ട് ഇവനത് അവനെയും കൊന്നു. ഇനി സുരേഷ് ഇതിൽ നിന്ന് പെടുമെന്ന് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഞാനാ ശരിക്കും അവരെല്ലാം കൊന്നത് എന്ന്. ഇവനെ പിടിക്കുമെന്നാകുമ്പം റഹ്മാൻ എല്ലാവരും തട്ടി എറിഞ്ഞിട്ട് ഓടി വന്നിങ്ങനെ പുറത്തേക്ക് ചാടുന്നിടത്ത് പടം എൻഡ് ചെയ്യും. റഹ്മാൻ ഇനി ഒരാളെ കൂടെ കൊല്ലാനുണ്ട്, ഞാൻ ഈ നിയമത്തിന് അത് കഴിഞ്ഞാൽ കീഴടങ്ങത്തുള്ളഞ്ഞ് പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ അവിടെ പടം എൻഡ് ചെയ്യുകയാണ്. അവൻ ചാടുന്നത് അവൻ്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയല്ല, അവൻ പ്രണയത്തിന് വേണ്ടിയാണ് ചാടുന്നത്. അവൻ്റെ പ്രണയത്തെ നശിപ്പിച്ചവരെ അവൻ ഏത് വില കൊടുത്തും ഇല്ലാതാക്കും. അതിനവന് സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാമെന്ന് പറഞ്ഞാൽ പടം എൻഡ് ആവുന്നു. അയാളെ കൂടെ തട്ടണമായിരുന്നല്ലേ. ശരിക്കും ഈ പടം തമിഴ്നാട്ടിലെ 90s വലിയ ഹിറ്റായിരുന്നു ഈ മൂവി. പക്ഷേ ഈ പടം ശരിക്കും റീമേക്ക് ആയിരുന്നു. കെ.എസ്. രവികുമാർ ചെയ്ത ഫസ്റ്റ് പടം പുള്ളി ഒഫീഷ്യലി റീമേക്ക് ചെയ്ത. പുള്ളി റീമേക്ക് ചെയ്താലും ഭയങ്കര വൃത്തിയായിട്ട് റീമേക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത്. ഈ പടം തർക്ക എന്നൊരു കന്നഡ മൂവിയുടെ റീമേക്കാണ്. തർക്ക ശരിക്കും അന്നത്തെ കന്നഡ ഇൻഡസ്ട്രിയിൽ നോർമൽ മൂവിയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് പാട്ടില്ലാതെ മസാല എലിമെൻറ്റ്സ് എലിവേഷൻസും ഇല്ലാത്ത ഒരു മിസ്റ്ററി ത്രില്ലറായിട്ട് തന്നെ ചെയ്ത പടമാണ്. ഇത് ഹിന്ദിയിൽ ചുപ്പ് എന്ന പേരിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ചോദ്യം എന്ന പേരിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ റിലീസായിട്ടില്ല. മലയാളത്തിൽ റഹ്മാനും ക്യാപ്റ്റൻ രാജുവുമാണ് ഈ റെസ്പെക്റ്റീവ്ലി റോൾ ചെയ്തേക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ലാലേട്ടനായിരുന്നു. പക്ഷേ ഈ പടം റിലീസായില്ല. ചോദ്യം ഷൂട്ട് ചെയ്തു, കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെയാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഉത്തരം ഇറങ്ങി. ചോദ്യം ഷൂട്ട് ചെയ്തെങ്കിൽ ഉത്തരം ഇറങ്ങിയത്. മേ ബി എന്തോ കാരണം കൊണ്ട് ആ പടം റിലീസായില്ല. ഇതെല്ലാം ശരിക്കും അഗത ക്രിസ്റ്റിയുടെ ദ അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് എന്നുള്ള പ്ലേയുടെ അഡാപ്റ്റേഷൻ ആയിരുന്നു. ആൻഡ് ഈ അഡാപ്റ്റേഷൻ അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ്. അപ്പോൾ ഈ പ്ലേ ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ്. റഹ്മാൻ ആണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആണ്, രഘുവരൻ അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റാണ്, സുരേഷ് അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റാണ് രഘുവരനെ സംബന്ധിച്ചിടത്തോളം. സോ ഈ അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റുകളാണ്. പിന്നെ ആ മരണ വീട്ടിൽ വരുന്ന ശരത് കുമാർ അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റാണ്. ആ പോലീസ് ശരിക്കും അത് ഭയങ്കര രസമുള്ള പേരുമാണ്. ശരത് കുമാർ ശരിക്കും വെച്ച് വൈകിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ മറ്റേ തട്ടം പറ്റിയത്. നോവലല്ല, പ്ലേ ആണ്, ഇംഗ്ലീഷ് പ്ലേ ആണ്. അഗത ക്രിസ്റ്റി ഭയങ്കര പോപ്പുലർ അപസർപ്പക നോവലിസ്റ്റാണ്. അതായത് ഷെർലക് ഹോംസിന് ശേഷം എത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അഗത ക്രിസ്റ്റിയുടെ ഹെർക്യൂൾ പെയ്റോട്ടാണ്. അഗത ക്രിസ്റ്റി പെണ്ണാണ്. അഗത ക്രിസ്റ്റിയുടെ ഹെർക്യൂൾ പെയ്റോട്ട് ഷെർലക് ഹോംസിന് തൊട്ട് താഴെ വരുന്ന അല്ലെങ്കിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതുന്ന ആളാണ്. അതിൽ ഹെർക്യൂൾ പെയ്റോട്ട് എന്നുള്ള ക്യാരക്ടറിനാണ് പുള്ളിക്കാരി പോപ്പുലറൈസ് ചെയ്തത്. പക്ഷേ ഇത് അതായിരിക്കണം എന്നില്ല. പുള്ളിക്കാരി ഒരുപാട് ഡിറ്റക്റ്റീവ്സിനെ വെച്ച് നോവൽസ് എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരി ഭയങ്കര പോപ്പുലർ ക്രൈം നോവൽസിൻ്റെ ആളാണ്. ആൻഡ് കെ.എസ്. രവികുമാർ ഈ മസാല മൂവീസ് എടുക്കുന്നതിൽ ഭയങ്കര കില്ലാടിയാണെന്ന് ഞാൻ പറയാൻ കാര്യം, പുള്ളി റീമേക്കിൽ പുള്ളിയുടേതായ ടച്ച് കൊണ്ടുവരും. പി വാസു, കെ.എസ്. രവികുമാറൊക്കെ റീമേക്കിൽ അവരുടേതായ ഭയങ്കര ടച്ച് കൊണ്ടുവരുന്ന മനുഷ്യരാണ്. മുത്തു സിനിമ രജനീകാന്തിൻ്റെ ഭയങ്കര ഹിറ്റ് മൂവിയാണ്. ഞാൻ മുത്തു പറഞ്ഞായിരുന്നു പുള്ളിയുടെ ഹിറ്റ് എന്ന് പറഞ്ഞാൽ മുത്തു പടയപ്പം ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ രജനീകാന്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് മുത്തു ശരിക്കും തേന്മാവിൻ കൊമ്പത്തിൻ്റെ റീമേക്കാണ്. തേന്മാവിൻ കൊമ്പത്തിൻ്റെ റീമേക്ക് റൈറ്റ്സ് രജനീകാന്ത് വാങ്ങിച്ചിട്ട് പറഞ്ഞു കെ.എസ്. രവികുമാറിനെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. പ്രൊഡക്ഷൻ റൈറ്റ്സ് ഇവരുടെ കയ്യിലിരിപ്പുണ്ട്. കെ.എസ്. രവികുമാറിനോട് പറഞ്ഞു നമ്മൾ ഈ പടം ചെയ്യാൻ പോകണം. തേന്മാവിൻ കൊമ്പത്ത് മോഹൻലാൽ ചെയ്ത് ഹിറ്റാക്കിയൊരു പടമാണ്. പടത്തിൻ്റെ ഔട്ട്ലൈൻ രജനീകാന്ത് നറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സിനിമ കാണരുത്, ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു. അങ്ങനെ സിനിമ കാണാതെ ഈ ഔട്ട്ലൈൻ രജനീകാന്ത് പറഞ്ഞ ഔട്ട്ലൈൻ വെച്ചിട്ടാണ് മുത്തു എഴുതിയിരിക്കുന്നത്. എന്നിട്ട് മുത്തു എഴുതി കംപ്ലീറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് പിച്ചതിന് ശേഷം കെ.എസ്. രവികുമാർ തേന്മാവിൻ കൊമ്പത്ത് കാണുമ്പം ഈ എൻറ്റയർലി ഡിഫറെൻറ്റ് പടമാണ്. നിങ്ങൾ മുത്തു കണ്ടാൽ മുത്തു വേറെ എവിടെയാണ്. മുത്തുവിനകത്തെ കോർ ഐഡിയ ഉണ്ടല്ലോ, അതായത് ഒരു മുതലാളിയെ ആശ്രിതൻ, ഇവർ ഒരു പെണ്ണിനെ കാണുന്നു, രണ്ടുപേർക്ക് ഇഷ്ടം, ഇവനെ ഒരു സിറ്റുവേഷൻ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, ഇവർ തമ്മിലുള്ള ട്രയാങ്കിൾ ലവ് സ്റ്റോറി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഈ സാധനം അവസാനം ഇവർ തമ്മിലുള്ള റൈവലറിക്ക് കാരണമാകുന്നു. ഇത് എൻഡ് ചെയ്യുന്നത് എങ്ങനെ? ഇതാണല്ലോ സംഭവം. ഇത് രജനീകാന്തിന് വേണ്ടി ഇത് പെർഫെക്റ്റ് വേയിൽ എഴുതി. തമിഴിൽ തേന്മാവിൻ കൊമ്പത്ത് റീമേക്ക് ചെയ്താൽ ചിലപ്പോൾ ഹിറ്റാവത്തില്ലായിരുന്നു. പക്ഷേ കെ.എസ്. രവികുമാർ ആ പടം കാണാതെ ഇതിനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ മസാല വർക്ക് എന്ന് പറയുന്നത്. അതിൽ രജനീകാന്തിന് ഡബിൾ റോളുണ്ട്. അതായത് രജനീകാന്തിന് ബാക്ക് സ്റ്റോറി ഉണ്ട്. അയാൾ എങ്ങനെ ആശ്രിതനായതിന് ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് സൂപ്പർ സ്റ്റാറിനെ എന്തിന് ആശ്രിതനാക്കണം, അതൊരു ചോദ്യമാണല്ലോ. അതായത് ശരത് ബാബുവാണ് അവിടെ ഈ റോൾ ചെയ്യുന്നത്, നെടുമുടിയുടെ റോൾ ചെയ്യുന്നത്. അപ്പോൾ ശരത് ബാബു കമ്പാരിറ്റീവ് ലെസ് സ്റ്റാർഡമുള്ള ആളാണ്. അപ്പോൾ ഇയാളുടെ അസിസ്റ്റൻ്റായിട്ട് എന്തിനാ ഇയാൾ വേലക്കാരനായിട്ട് ഇവിടെ നിൽക്കുന്നുള്ളൊരു ഒരു സ്റ്റോറി വേണമല്ലോ. അതാണല്ലോ തമിഴ്നാട്ടുകാർ നോക്കുന്നത്. അതൊരു പുള്ളി കിടിലൻ സ്റ്റോറി എഴുതി, അത് സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എലിവേറ്റ് ചെയ്തു. അപ്പോൾ മാസായി, ക്ലാസ്സായി, എല്ലാമായി. ആൻഡ് ഈ പറയുന്ന പെർഫെക്റ്റ് സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ള തേന്മാവിൻ കൊമ്പത്തിൻ്റെ സ്റ്റോറിയായി, കോമഡിയായി, എല്ലാം ഉണ്ട്.
അങ്ങനെ സൂപ്പർ ഹിറ്റ് മുത്തു കൊടുത്തു. കൾച്ചറലി കറക്റ്റായി റൂട്ട് ചെയ്തു ഫോർ രജനികാന്ത്. അതാണ് KS രവികുമാർ. അതിനകത്താണ് മറ്റേ ഒരുവൻ മുതലാളി, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അർത്ഥമുള്ള പാട്ടുമാണ്, ആ സിനിമയിൽ റെലവെന്റുമാണ് ആ പാട്ട്. കാരണം രജനികാന്ത് ഭയങ്കര സംഭവമാണ്, രജനികാന്തിന്റെ അച്ഛൻ. ആ സംഭവം അല്ല എന്നുള്ള സാധനം അല്ല, ഇത് ആ സിനിമയില് ഗ്രാനൈറ്റ് മേലെ അത് പടയപ്പ പടയപ്പയിലാണ് മറ്റിങ്ങനെ പുള്ളി മസിലൊക്കെ പിടിച്ചിട്ട് ഊതിയ ആൾക്കാർ വാട്ടമാൻ എന്ന് പറയുന്നു. സോ നമുക്ക് ഈ പറയുന്ന സാധനം ഇക്വേഷൻ മസാല മൂവീസ് ആണ് ഇതൊക്കെ. നിങ്ങൾ ഈ പറയുന്ന ക്ലാസിക് റൈറ്റർ ഒന്നുമല്ല KS രവികുമാർ. പക്ഷേ ഓഡിയൻസിന് എന്താണെന്ന്, അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസിന് എന്താണെന്ന് അറിഞ്ഞ് കറക്റ്റായി എഴുതിയ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ ഡയറക്ടറാണ്. റീസെന്റ് ലാസ്റ്റ് ടൈംസ് ഒക്കെ പുള്ളിക്കെല്ലാം ഫ്ലോപ്പുകളായിരുന്നു. മറ്റേ ശരത് കുമാറിന് വേണ്ടി ചെയ്ത ലാസ്റ്റ് ടൈം ജഗ്ഗുബായ് എന്ന് പറഞ്ഞാൽ 2010 സമയത്ത് ശരത് കുമാർ ആ സമയത്തേക്ക് ഇത്തിരി ഒതുങ്ങുന്ന സമയം, 2-3 പടങ്ങൾ ചെയ്തൊക്കെ ഫ്ലോപ്പായി. ആൻഡ് ബാലയ്യയ്ക്ക് വേണ്ടി എഴുതിയ ജയ് സിംഹ, റൂളർ, അങ്ങനെ 2 പടങ്ങൾ KS രവികുമാർ തെലുങ്ക് ചെയ്തു. അതൊക്കെ ലാസ്റ്റ് പടങ്ങൾ, അതൊക്കെ ഫ്ലോപ്പായി. അത് കഴിഞ്ഞ് പുള്ളി എനിക്ക് തോന്നുന്നു ആക്ടിങ് കൊടുത്തു പെർസ്യൂ ചെയ്യാൻ തുടങ്ങി. ഏത് പടമാണെന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പുള്ളി കുറേ പടങ്ങൾ അച്ഛനായിട്ടും സഹോദരനായിട്ടും വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ കോമാലി സിനിമയ്ക്കകത്ത് പുള്ളിയാണ് വില്ലൻ. ജയൻ രവിയുടെ പടത്തിൽ പുള്ളിയാണ് വില്ലൻ. കോമാലി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അങ്ങനെ കുറേ സിനിമയുണ്ട്. പിന്നെ ഫാദറായിട്ട് കുറേ സിനിമകളുണ്ട്. നല്ല പെർഫോമറാണ് പുള്ളി, നല്ല ആക്ടറുമാണ്. സോ ദാറ്റ് വാസ് പുരിയാത പുതുർ ആൻഡ് KS രവികുമാർ. സോ നമ്മൾ കഥ പറയുമ്പോൾ ഇത്രയും ബാക്ക് സ്റ്റോറീസിലൂടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൊള്ളാം, എക്സ്ട്രാ ഇൻഫർമേഷൻ ഒക്കെ വെറുതെ സിനിമകൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ആൾക്കാർക്ക്. ആൻഡ് ഈ പുരിയാത്ത പുതിർ നിങ്ങൾക്ക് ചില ആൾക്കാർ ഇപ്പം നിർത്തിയിട്ടിടയ്ക്ക് കാണാൻ പോയി കാണും. ഇത് കാണാൻ പോയാൽ നമ്മൾക്ക് പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഓൾറെഡി ഇതിൻ്റെ പല സാധനങ്ങൾ, അതായത് ഫ്ലൈറ്റിൽ പോയി മിസ്സാകുന്നതും അങ്ങനെയുള്ള നമുക്ക് മാത്രം അറിയത്തില്ല. അങ്ങനെ ഒരു സിനിമ ഇറങ്ങാതിരിക്കുന്നു. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നമുക്കറിയാലോ ഈ ട്വിസ്റ്റുകൾ, അതായത് നായകൻ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അയ്യോ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് ശരിക്കും നായകൻ ഇതെല്ലാം ചെയ്തെന്നുള്ള സാധനങ്ങൾ, ഈ ഫ്ലിപ്പ് ട്വിസ്റ്റുകളൊക്കെ നമ്മൾ ശരിക്കും പല സിനിമകൾ പിന്നെ കണ്ടു. ഈ സാധനം നമുക്ക് ഇനിയും കാണും. പിന്നെ ഇതൊരു ട്വിസ്റ്റുകളുടെ അതിപ്രസരമാണല്ലേ, ഡ്രാമ മിസ്റ്ററി ത്രില്ലറാണ് ശരിക്കും. പ്ലേ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഈ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവരുടെ ഇമോഷണൽ സീൻസ് ഇതൊക്കെ കുറച്ച് വലിയുന്നുണ്ട് അവിടെ. അപ്പം നമുക്കൊരു പെർഫെക്റ്റ്ലി ത്രില്ലർ, ഇപ്പോഴത്തെ ഫാസ്റ്റ് കട്ട് ത്രില്ലർ അല്ല സിനിമ. പിന്നെ നമുക്ക് ഇതൊക്കെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, ഇയാളെന്ത് നിങ്ങൾക്ക് തോന്നില്ല റഹ്മാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കട്ടടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സിനിമകൾ അതൊക്കെ പടപടാന്ന് കാണിച്ച് വേറെ രീതിയിൽ കാണിക്കുമ്പോൾ അവർ റഹ്മാൻ ഇമോഷണലി അവർക്ക് വേണ്ടി നിൽക്കുന്നത് നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല. പക്ഷെ ശരിക്കും റഹ്മാൻ നിൽക്കുന്നത്, റഹ്മാനാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്, റഹ്മാൻ്റെ പർപ്പസ് ഇവിടെയാണ്. പക്ഷെ അവളോട് മാത്രം പറയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവസാനം അഴിച്ച് അവർ കറക്റ്റായി പെർഫെക്റ്റ്ലി വലിച്ച് കിട്ടും എല്ലാം കൂടെ. പക്ഷേ ഇന്നത്തെ ലെവലിൽ നോക്കുമ്പോൾ അത്രയും കളർ കുറഞ്ഞൊരു സിനിമ 2.5 മണിക്കൂർ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. സോ മൂവി സ്റ്റോറി പെർഫെക്റ്റ്ലി ഞാൻ നറേറ്റ് ചെയ്തിട്ടുണ്ട്. രഘുവരൻ്റെ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ സിനിമ കാണാം. KS രവികുമാറിൻ്റെ ക്രാഫ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഈ സിനിമ കാണാം. റഹ്മാൻ ആസ് യൂഷ്വൽ പുള്ളിയുടെ അന്നത്തെ ലെവലിലുള്ള സാധനങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. മോഹൻലാലായിരുന്നു ശരത് കുമാർ റോൾ ചെയ്യേണ്ടിയിരുന്നത്. ചോദ്യം ചിലപ്പോൾ മലയാളത്തിൽ ചെയ്താലും അന്ന് ഹിറ്റാവേണ്ട പടമാണ്, എന്തായാലും ഹിറ്റാവേണ്ട പടമാണ്. കാരണം അന്നത്തെ ലെവലിൽ മിസ്റ്ററി ത്രില്ലറിൽ ബെസ്റ്റ് പടം, നല്ല കോണ്ടന്റാണ്. അത് എന്തുകൊണ്ട് റിലീസായെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറങ്ങിയായിരുന്നെങ്കിൽ ഹിറ്റായേനെ. പിന്നെ 90s എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ സ്റ്റാർഡമിൽ നിൽക്കുക രാജാവിൻ്റെ മകനൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതിൽ സബ് നായകനാണ് ശരിക്കും, റഹ്മാനാണ് ശരിക്കും നായകൻ. അപ്പം എന്താ കാരണം ഇറങ്ങാതെ പോയെന്ന് അറിയില്ല. അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഷൂ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് വിക്കിപീഡിയ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞത് ഞാൻ പോയത് ലാലേട്ടനോടും ബാലാജിയോടും ചോദിച്ചിട്ടല്ല, ഫിലിം കിടന്നുണ്ടാവും അല്ലേ, അങ്ങനെയാവും. സോ അൺറിലീസ്ഡ് കുറേ പടങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ ഇത് പെടും. സോ ദാറ്റ് വാസ് ഓക്കേസ്. നിങ്ങളുടെ ഓക്കേസിനെ പറ്റിയുള്ള കമന്റുകൾ അടിയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കേസിനെ പറ്റിയുള്ള വിമർശനങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക. സിനിമകളുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. അതെ, നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ആഗ്രഹമുള്ള കഥകൾ പറഞ്ഞു. കുറേ ആൾക്കാർ ഇടയ്ക്ക് പറഞ്ഞാൽ നമ്മളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ പറയാം. അങ്ങനെ സിനിമകൾ ആൾക്കാർ അത് പറയുക, നമ്മളത് പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പടങ്ങൾ വേറെ ആരെങ്കിലും നറേറ്റ് ചെയ്യണം, അത് നറേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അണ്ടർ റേറ്റഡ് ജെംസ് അങ്ങനെ പല ഭാഷകളിലായിട്ടുണ്ടോ, ഇനി കൊറിയനിലുണ്ടോ? പിന്നെ ഞാനും ഓർത്ത് വെറുതെ ഒരു സിനിമ പറയുന്നതിനേക്കാൾ എപ്പോഴും അതിന്റെ കുറച്ചുകൂടെ എന്തെങ്കിലും എന്താണ് ഓക്കേസിന്റെ ടേക്ക് അവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ബിൽഡിംഗ് കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ രസമാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാണ് ഞാൻ ഇത്രയും വർക്ക് ചെയ്യും. ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, അത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി വർക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് വർക്ക് ചെയ്യും. ഗുഡ് ജോബ്. സോ താങ്ക് യു കീപ് സപ്പോർട്ടിങ് ഓക്കേസ്. ഓക്കേസ് വിറ്റോക്സ് പോലെ ആക്കണം നമുക്ക്. വിറ്റോക്സ് നിർത്തണം. ശരി, ടാറ്റ, ബൈ ബൈ.